തങ്കച്ചൻ കുന്നംകരിക്കളത്തിന്റെ നോവൽ ഒടിയൻ. വായിക്കുന്നത് മിഥുൻ. സീതമ്മയുടെ പനിക്ക് യാതൊരു കുറവുമില്ല. കേളൻ അവൾക്കരികിൽ വിതുമ്പിക്കൊണ്ടിരുന്നു. കേളനരികിൽ കെട്ടിയവൾ നീലിയുമുണ്ട്. കേളന്റെയും നീലിയുടെയും ഏക സന്താനമാണ് സീതമ്മ. കടുത്ത പനി സീതമ്മയെ ബാധിച്ചിട്ട് ഒരാഴ്ചയായി. പറയ കോളനിയിലെ ചോതിമൂപ്പൻ നിർദ്ദേശിച്ച കഷായവും പച്ചമരുന്നുകളുമൊന്നും സീതമ്മയുടെ പനി കുറച്ചില്ല. 16-കാരിയാണ് സീതമ്മ. കറുത്തതാണെങ്കിലും സുന്ദരിയായ പറയ തരുണി. പറയ കോളനിയിലെ യുവാക്കളുടെ ഹരമായിരുന്നു അവൾ. അംഗലാവണ്യം നിറഞ്ഞ അവളുടെ ശരീരത്തിലേക്ക് നോക്കി ചെറുപ്പക്കാർ വെള്ളമൂറി നിൽക്കാറുണ്ട്. അവളോട് അടുത്തുകൂടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ മോഹവലയങ്ങളിലൊന്നും സീതമ്മ വീണിട്ടില്ല. ഒരാഴ്ച മുമ്പാണ് സീതമ്മയ്ക്ക് പനി പിടിപെട്ടത്. കണാരൻ തമ്പുരാന്റെ പലചരക്ക് പീടികയിൽ നിന്ന് അന്തിക്ക് സാധനങ്ങൾ വാങ്ങി വരികയായിരുന്നു സീതമ്മ. പറയ കോളനിയിലെ ശ്മശാനത്തിനടുത്ത് വെച്ച് അവൾ എന്തോ കണ്ട് പേടിച്ചു. പെണ്ണ് വാണം പോലെയാണ് കുടിലിൽ വന്ന് കയറിയത്. എന്തു പറ്റി സീതമ്മ? നീലി ചോദിച്ചു. ഞാൻ പേടിച്ചു. നന്നെ വിയർത്തിരുന്നു സീതമ്മ. അവൾ ചാണകം മെഴുകിയ തറയിലെ പുൽപ്പായയിൽ വീണു. രാത്രി മുഴുവൻ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞു. നേരം പുലർന്നപ്പോൾ നല്ല പനി. ആ പനി 7-ാം നാളിലും തുടരുകയാണ്. കിള്ളിശ്ശേരിയിലെ വല്യ തമ്പ്രാന്റെ പറമ്പിലെ എലിപിടുത്തമാണ് കേളന്റെ പ്രധാന പണി. ഒരു എലിയുടെ വാലിന് 50 പൈസ. അടിച്ചിലും പെട്ടിയുമൊക്കെ വെച്ച് കേളൻ എലിയെ പിടിക്കും. എലിയുടെ വാല് കണ്ടിച്ച് തമ്പ്രാനെ കാണിക്കണം. അപ്പോൾ പണം കിട്ടും. ദിവസവും 10-16 രൂപയുടെ എലിയെ കേളൻ പിടിക്കും. ആ പണത്തിന് കപ്പയും അരിയും വാങ്ങും. എലിയെ ചുട്ടു തിന്നും. അങ്ങനെയാണ് കേളന്റെ കുടുംബം കഴിയുന്നത്. സീതമ്മയ്ക്ക് പനി പിടിച്ചതോടെ കേളന്റെ ജീവിതത്തിന്റെ താളം തെറ്റി. ഒരാഴ്ചയായി എലിപിടുത്തത്തിന് പോകുന്നില്ല. സീതമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കേളന്റെ മനമിടിയും. ശരീരത്തിന്റെ കരുത്ത് പോകും. പിന്നെങ്ങനെ എലിയെ പിടിക്കാനാണ്? കിള്ളിശ്ശേരി വല്യ തമ്പുരാന്റെ മുറ്റവും പറമ്പും അടിച്ചുവാരി വൃത്തിയാക്കുന്ന പണി നീലി ചെയ്യുന്നുണ്ട്. വീടിനകത്ത് നീലി പറച്ചിക്ക് പ്രവേശനമില്ല. പക്ഷേ പണ്ടൊരിക്കൽ നീലി തമ്പുരാന്റെ വീടിനകം കണ്ടിട്ടുണ്ട്. അത് കിള്ളിശ്ശേരിയിലെ തമ്പുരാട്ടി പുറത്തായ ഒരു സമയത്താണ്. മുറ്റം അടിച്ചുവാരി നീലി നിൽക്കുകയായിരുന്നു. കുനിഞ്ഞു നിന്ന് അവൾ മുറ്റമടിക്കുമ്പോൾ ബ്ലൗസിനുള്ളിൽ കിടന്ന് കുജഗോളങ്ങൾ നൃത്തം കളിക്കുന്നു. ജനാലയിലൂടെ നോക്കി കാണുകയായിരുന്നു തമ്പ്രാൻ. തമ്പ്രാൻ അവളെ കൈകാട്ടി വിളിച്ചു. അവൾ ജനാലയിലേക്ക് ചെന്നു. ഒരു തുടം വെളിച്ചെണ്ണയും ഇഞ്ചിയും ബാർ സോപ്പും കൊടുത്തിട്ട് തമ്പ്രാൻ പറഞ്ഞു, നീ പോയി കുളിച്ചിട്ട് വാ. നീലി കുളിച്ചിട്ട് വന്നു. തമ്പ്രാൻ അവളെ വിറക് ചായ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ ഭാഗത്ത് ചിലർ പണികൾ ചെയ്തുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അശ്രീകരം, നീ അകത്തു പോര്. അങ്ങനെ തമ്പ്രാന്റെ പിമ്പിലായി അവൾ തറവാടിനകത്ത് കയറി. നീളൻ ഇടനാഴിയിലൂടെ ഇരുണ്ട കോണിഭാഗത്ത് അവളെ നിർത്തി തമ്പ്രാൻ ബ്ലൗസിനുമേൽ കൈവച്ചു. തമ്പ്ര, നീലി അന്തിച്ചു. പറയത്തിയ തീണ്ടാപ്പാടകലെ നിർത്തുന്ന കിള്ളിശ്ശേരിയിലെ തമ്പ്രാൻ തന്റെ ദേഹത്ത് സ്പർശിക്കുകയോ? അതിന്റെ പൊള്ളലായിരുന്നു നീലിക്ക്. തമ്പ്രാൻ ദേവതുല്യനെ പോലെ ചിരിച്ചു. നീലിയുടെ ബ്ലൗസും അരമുണ്ടും കോണിക്ക് താഴെ അഴിഞ്ഞു വീണു. കരിക്കട്ട നിറമുള്ള അവളുടെ സ്ഥലങ്ങളിൽ തമ്പ്രാന്റെ ചുവന്ന കരതലം അമർന്നു ഞെരിഞ്ഞു. നീലിയെ തറയിൽ അമർത്തിക്കിടത്തിക്കൊണ്ട് തമ്പ്രാൻ അവളുടെ ശരീരത്തിലേക്ക് അലച്ചു വീണു. ചന്ദനഗന്ധമുള്ള തമ്പ്രാന്റെ വിയർപ്പ് അവളുടെ ശരീരമാകെ പടർന്നു. നെയ് മണമുള്ള തമ്പ്രാന്റെ ഉച്ഛ്വാസം അവളുടെ മാറിലും ചുണ്ടിലും തട്ടി. എലിയെ പൂച്ച കടിച്ചു കുടയും പോലെ തമ്പ്രാൻ നീലിയെ ഏറെ നേരം കശക്കി. ഒടുവിൽ തമ്പ്രാൻ എഴുന്നേറ്റ് മാറി. മതി, പൊയ്ക്കോ. ആയാസപ്പെട്ടാണ് നീലി എഴുന്നേറ്റത്. താൻ മൂലം തമ്പ്രാൻ തീണ്ടിയ ദുഃഖത്തിൽ നീലി പടിയിറങ്ങിപ്പോയി. വീണ്ടും പല പ്രാവശ്യം തമ്പ്രാൻ തീണ്ടി. കിള്ളിശ്ശേരിയിലെ പുറം പണിക്ക് മാസം 50 രൂപയും പഴങ്കഞ്ഞിയും നീലിക്ക് കിട്ടും. സീതമ്മയ്ക്ക് പനി പിടിച്ചത് കൊണ്ട് ഒരാഴ്ചയായി നീലിയും പണിക്ക് പോയിട്ട്. അപ്പനും അമ്മയും സീതമ്മയ്ക്ക് കാവലിരിക്കുകയാണ്. സീതമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ പറ്റി നീലിക്കോ കേളനോ ചിന്തിക്കാനാവില്ല. അവർ ചത്തുകളയും. അവരുടെ കണ്ണിലെ കൃഷ്ണമണിയാണ് സീതമ്മ. ചക്കര ചേർക്കാത്ത കട്ടൻ ചായ കേളന്റെ നേർക്ക് നീട്ടുകയായിരുന്നു നീലി. അപ്പോഴാണ് കണ്ടത് കുടിയുടെ മുറ്റത്തേക്ക് കയറി വരുന്ന ഒടിയൻ കോവൻ. നീലിയും കേളനും ഒരുപോലെ ഞെട്ടി. അവർക്ക് ഒടിയൻ കോവനെ ഭയമാണ്. അവർക്ക് മാത്രമല്ല, പറയൻ കോളനിയിലെ എല്ലാവർക്കും കോവനെ ഭയമാണ്. കറുത്ത തുണി കൊണ്ടുള്ള വേഷമാണ് കോവൻ ധരിക്കാറ്. ജട പിടിച്ച തലമുടി ചുമലറ്റം വരെ നീണ്ടു കിടക്കും.
കഴുത്തിൽ പുലിനഖം, ശരീരമാകെ ചുടല ഭസ്മം പൂശും. ബീഡിക്കറ പുരണ്ട പല്ലുകൾ, ചുവന്ന കണ്ണുകൾ. കയ്യിൽ സദാ ഒരു വടിയുണ്ട്. വടിയുടെ അഗ്രത്തിൽ ഒരു തലയോട്ടി. 50നോടടുത്ത പ്രായം. പറയ കോളനിയിലെ പേടി സ്വപ്നമാണ് ഒടിയൻ കോവൻ. കോവനെ കണ്ടതും കേളനും നീലിയും പേടിയോടെ എഴുന്നേറ്റു. കോവൻ പതുക്കെ കുടിയിലേക്ക് തലനീട്ടി. സീതമ്മയുടെ തളർന്ന കിടപ്പാണ് കോവൻ നോക്കിയത്. അവന്റെ ചുണ്ടിന്റെ കോണിൽ കിരാതമായ ഒരു ചിരി വിടർന്നു. കണ്ണുകളിൽ ഒരു തിളക്കം. ഇവൾ ചത്തുപോകും. കോവൻ മുരണ്ടു. കേളൻ പകച്ചുപോയി. കോവൻ തുടർന്നു. ഇന്ന് വെട്ടമണയും മുമ്പേ ഇവൾ ചാകും. ഇവളെ എന്റെ മൂർത്തിക്ക് വേണം. കോവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അവന്റെ കയ്യിലുണ്ടായിരുന്ന തലയോട്ടിയുടെ കണ്ണുകളിൽ ഒരു പ്രകാശമുണ്ടായി. കോവൻ തിരിഞ്ഞു നടന്നു. നീലി പൊട്ടിക്കരഞ്ഞുപോയി. പറയ കോളനിയിൽ മരണം കടന്നു വരുന്ന വീടുകളിൽ ഇതുപോലെ കോവൻ ചെല്ലാറുണ്ട്. കോവൻ മരണം പ്രവചിച്ചാൽ അത് തീർച്ചയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ മരിക്കുന്ന വീടുകളിൽ കോവൻ തീർച്ചയായും വരും. മരണം സംഭവിക്കുന്നവരെ ചോരകുടിയൻ ചെന്നായെ പോലെ കോവൻ ആ പരിസരത്തുണ്ടാവും. നീലി കേളന്റെ ചുവലിലേക്ക് വീണു. നമ്മുടെ മോൾ. കേളന് സംസാരിക്കാൻ നാവ് പൊന്തിയില്ല. പറയ കോളനിയിലെ ശ്മശാനത്തിലാണ് കോവന്റെ കിടപ്പ്. കുളിക്കുകയോ നനയ്ക്കുകയോ വേഷം മാറുകയോ കോവൻ ചെയ്യാറില്ല. സീതമ്മ മരിക്കുമെന്നും സീതമ്മയെ തന്റെ മൂർത്തിക്ക് വേണമെന്നുമാണ് കോവൻ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. അതെന്തിനാണെന്ന് കേളനും നീലിക്കും നല്ലതുപോലെ അറിയാം. അതിന്റെ ഭയമാണ് അവർക്ക്. പറയ കോളനിയിലെ പെൺകുട്ടികൾ കോവന്റെ മുമ്പിൽ ചെന്ന് പെടാറില്ല. അതിന്റെ അപകടം അവർക്കറിയാം. നേരം ഉച്ചയായി, സന്ധ്യയായി. സൂര്യൻ അസ്തമിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. സീതമ്മയുടെ ശരീരം അതിശക്തമായി ഒന്ന് വിറച്ചു. അവളുടെ കരിവാളിച്ച ചുണ്ടുകളിൽ നിന്ന് അസ്പഷ്ടമായ ചില സ്വരങ്ങളുണ്ടായി. ശ്വാസം കഴിക്കാൻ സീതമ്മ പ്രയാസപ്പെട്ടു. ഏറെ നേരം ആ പരാക്രമം നീണ്ടു നിന്നില്ല. സീതമ്മയുടെ ചലനം പൂർണ്ണമായും നിലച്ചു. കേളനും നീലിയും കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞു. അല്പം കഴിഞ്ഞ് മുറ്റത്ത് കാൽപെരുമാറ്റം. കേളൻ തലയുയർത്തി നോക്കി. മുമ്പിൽ മഹാമേരു പോലെ ഒടിയൻ കോവൻ. പുറത്തുപോ, കോവൻ കൽപ്പിച്ചു. കോവ, പുറത്തു പോകാൻ. കോവൻ ശബ്ദമുയർത്തിയപ്പോൾ തലയോട്ടിക്കുള്ളിൽ നിന്ന് ഒരു ചുവന്ന പ്രകാശം പുറപ്പെട്ടു. കോവനോട് തർക്കിച്ചിട്ട് കാര്യമില്ല. നീലിയും കേളനും തകർന്ന മനസ്സോടെ കുടിയിൽ നിന്ന് വെളിയിലിറങ്ങി. പറയ കോളനിയാകെ ഇരുട്ടു പരക്കുകയാണ്. കോവൻ ചെറ്റവാതിൽ വലിച്ചടച്ചു. അവൻ കയ്യിലിരുന്ന ദണ്ട് ഓലമറയിൽ ചാരി. തോളിൽ നിന്ന് ഭാണ്ഡം നിലത്തിറക്കി വെച്ച് തുറന്നു. അതിൽ നിന്ന് ചുവന്ന ഒരു പട്ടെടുത്ത് നിലത്ത് വിരിച്ചു. ദണ്ടിൽ നിന്ന് തലയോട്ടിയെടുത്ത് തലയ്ക്കൽ വെച്ചു. കോവന്റെ കയ്യിൽ ഒരു പിടി ഭസ്മം പ്രത്യക്ഷപ്പെട്ടു. അവൻ ഭസ്മം സീതമ്മയുടെ ശരീരത്തിലേക്ക് എറിഞ്ഞു. ചണ്ഡാലമൂർത്തി. കോവൻ മിഴികളടച്ച് എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ടു. കുടിൽ ഒന്ന് വിറപൂണ്ടു. ഒരു തീജ്വാല തലയോട്ടിയിൽ നിന്ന് ഉയർന്നു പൊങ്ങി. കോവൻ മിഴി തുറന്നപ്പോൾ മുമ്പിൽ ചണ്ഡാലമൂർത്തി. മൂർത്തിയുടെ നാസിക പൊക്കിൾ ചുഴിവരെ നീണ്ടു കിടന്നു. ആ ഭീകരസത്വം സീതമ്മയുടെ ശരീരത്തിലേക്ക് കൊതിയോടെ നോക്കി. ഞാൻ നിനക്ക് തരുന്ന 99ാമത്തെ കന്യകയാണിവൾ. ഇനി 2 പേർ കൂടി മാത്രം. 101ാമത്തെ കന്യകയെ നിനക്ക് തന്നു കഴിയുമ്പോൾ ഓർമ്മയുണ്ട്. പെരുമ്പറ പോലെ സത്വം സംസാരിച്ചു. എങ്കിലിവളെ സ്വീകരിച്ചു കൊള്ളുക. കോവൻ സത്വത്തിന് മുമ്പിലിരുന്ന് മിഴികളടച്ചു. നിമിഷ വേഗത്തിൽ ചണ്ഡാലമൂർത്തി കോവന്റെ ശരീരത്തിൽ പ്രവേശിച്ചു. കോവന്റെ ശരീരമാകെ ഒരു ചുവന്ന വെളിച്ചം തെളിഞ്ഞു പൊലിഞ്ഞു. തുറക്കപ്പെട്ട കോവന്റെ കണ്ണുകൾ ചോരച്ചതായിരുന്നു. അവന്റെ നാസിക പൊക്കിൾച്ചുഴി വരെ നീണ്ടു. 2 കോമ്പല്ലുകൾ പുറത്തേക്ക് നീണ്ടു. വേഗം വേഗം. കോവന്റെ ശരീരത്തിനുള്ളിലിരുന്ന് ചണ്ഡാലമൂർത്തി ധൃതി കൂട്ടി. കോവൻ സീതമ്മയുടെ മൃതദേഹത്തിനരികിലിരുന്നു. അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റി. സീതമ്മയെ പരിപൂർണ നഗ്നയാക്കി ചുവന്ന പട്ടിന്മേൽ അയാൾ എടുത്തു കിടത്തി. സീതമ്മയുടെ കൊച്ചുമുലകളിലും ചുണ്ടുകളിലും അവന്റെ നീണ്ട നാസിക ഇഴഞ്ഞു നടന്നു. സീതമ്മയെ ശരീരത്തിലേക്ക് വലിച്ചു മുറുക്കി കോവൻ കിതച്ചു. ആ ശവശരീരത്തെ തിരിച്ചും മറിച്ചും കിടത്തിക്കൊണ്ട് കോവൻ കശക്കി ഞെരിച്ചു. പ്രാകൃതമായ ചില ജൽപ്പനങ്ങൾ അവനിൽ നിന്നും ഉയർന്നു കൊണ്ടിരുന്നു. ഒടുവിൽ താണ്ഡവ തുല്യമായ ദ്രുത ചലനത്തിന് ശേഷം കോവൻ എഴുന്നേറ്റ് വസ്ത്രം ധരിക്കവേ അവന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ചണ്ഡാലമൂർത്തി അണപ്പോടെ പറഞ്ഞു, തൃപ്തിയായി.
കോവന്റെ നാസിക അതിവേഗം ഉൾവലിഞ്ഞു. കോമ്പലുകൾ അപ്രത്യക്ഷമായി. ഇടിവെട്ടുന്ന സ്വരത്തോടെ കോവനിൽ നിന്ന് ചണ്ടാലമൂർത്തി ഒഴിഞ്ഞു. വേഗം ഭാണ്ഡം ചുമലിലാക്കി. ദണ്ടിന്റെ അഗ്രത്തിൽ തലയോട്ടി കോർത്ത് കോവൻ കുടിയുടെ ചെറ്റവാതിൽ നീക്കി പുറത്തു വന്നു. മുറ്റത്തെ ഇരുട്ടിൽ നീലിയും കേളനും നിൽപ്പുണ്ട്. വിങ്ങിപ്പൊട്ടിയാണ് അവരുടെ നിൽപ്പ്. കോവനെതിരെ ഒരു വാക്കുപോലും സംസാരിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് മുമ്പിലൂടെ കോവൻ അതിവേഗം നടന്നുപോയി. നീലിയും കേളനും കുടിലിലേക്ക് അതിവേഗം കയറി. മകളുടെ ശവശരീരം നഗ്നമാക്കപ്പെട്ട് കിടക്കുന്ന കാഴ്ച കണ്ട് ഇരുവരും കരഞ്ഞുപോയി. വലിച്ചെറിയപ്പെട്ടതുപോലെ ഒടിഞ്ഞു മടങ്ങിക്കിടക്കുകയാണ് ശരീരം. നീലി വേഗം സീതമ്മയെ ശരിയാം വണ്ണം കിടത്തി വസ്ത്രമിട്ട് മൂടി. കേളൻ വെളിയിലിറങ്ങി അയൽവാസികളെ മരണമറിയിച്ചു. കോവൻ പോകും മുമ്പേ അത് ചെയ്യാൻ കേളന് ധൈര്യമില്ലായിരുന്നു. പറയ കോളനിയാകെ കേളന്റെ മുറ്റത്ത് തടിച്ചുകൂടി. രാത്രിയിൽ തന്നെ സീതമ്മയുടെ ശരീരം ശ്മശാനത്തിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുകയും ചെയ്തു. അപ്പോഴും ശ്മശാനത്തിന്റെ ഒരു മൂലയിൽ ബീഡി പുകച്ചുകൊണ്ടിരിക്കുന്ന കോവനെ കേളൻ കാണാതിരുന്നില്ല. പറയ കോളനിയിൽ ഒരു ദിനം കൂടി കടന്നു പോയി. പ്രഭാതം. മാധേവന്റെ മകളാണ് 18കാരിയായ തേയി. പറയ കോളനിയിൽ നിന്ന് അതിരാവിലെ അവൾ അയൽ ഗ്രാമത്തിലേക്ക് പോകും. ആട്ടുകല്ലും അരകല്ലുമൊക്കെ കൊത്തിക്കൊടുക്കുന്ന പണിയാണ് അവൾക്ക്. ചില ദിവസം 10-30 രൂപ കിട്ടും. ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെന്നും വരും. അവളുടെ അമ്മ പണ്ടേ ദീനം വന്ന് ചത്തു. മാധേവനാണെങ്കിൽ പണിയൊന്നുമില്ല. തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരു കത്തോലിക്ക പള്ളിയുണ്ട്. അവിടെ ആരെങ്കിലും മരിച്ചാൽ മാധേവനെ തിരഞ്ഞ് പറയ കോളനിയിൽ ആള് വരും. സിമിത്തേരിയിൽ കുഴിവെട്ടുന്ന പണി മാധേവന് കിട്ടും. 50 രൂപയും ഒരു കച്ചയുമാണ് പ്രതിഫലം. തേയി പറയ കോളനിയിലെ ശ്മശാനത്തിലരികിലൂടെ രാവിലെ അയൽ ഗ്രാമത്തിലേക്ക് പണിക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് അവിചാരിതമായി അവൾ കോവന്റെ മുമ്പിൽ ചെന്ന് പെട്ടത്. കോവന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ ഞെട്ടിവിറച്ച് നിന്നുപോയി. നിന്റെ പേരെന്താ? തേയി. ആരുടെ മോളാ? മാധേവന്റെ. കോവന്റെ മിഴിഞ്ഞ കണ്ണുകൾ അവളുടെ ശരീരത്തെയാകെ ഒന്നൊഴിഞ്ഞു. അവളുടെ കൊഴുത്ത മാറിടത്തിലേക്കും അടിവയറിലേക്കും കോവൻ കൊതിയോടെ നോക്കി. അവൻ നാവ് നീട്ടി ചുണ്ട് നനച്ചു. കോവന്റെ കൈ അവളുടെ ചുവലിലേക്ക് നീണ്ടു. അവൾ പേടിയോടെ ഒഴിഞ്ഞു മാറി. ഭയന്നോ? കോവൻ കറ പിടിച്ച പല്ലുകൾ കാട്ടി ചിരിച്ചു. എനിക്ക് പോണം. ഒയ്യോ, അതിനു മുമ്പ് നമുക്ക് ആ പറമ്പിലേക്ക് കയറാം. ശ്മശാനത്തിന് നേരെയാണ് കോവൻ കൈ ചൂണ്ടിയത്. ഇല്ല. വേണം. കോവൻ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. അവന്റെ സ്വരവും ഭാവവും മാറിയിരുന്നു. കണ്ണുകൾ തീക്ഷ്ണങ്ങളായി. മുഖ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. പ്രാകൃതമായ ഒരു സ്വരം അവനിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. തേയി ഭയത്തോടെ ഉറക്കെ നിലവിളിച്ചു. അവളുടെ നിലവിളി കേൾക്കെ കോവൻ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. ചാകാത്തതും ചത്തിട്ട് ചൂടാറാത്തതുമായ 99 കന്യകമാരെ എന്റെ മൂർത്തിക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി 2 കൂടി വേണം. അതിലൊന്ന് നീ. എന്നെ വിട്. പിടയ്ക്കരുത്. എനിക്ക് പോണം. അത് തീരുമാനിക്കേണ്ടത് ഞാനാ. തേയിയെ വാരിയെടുത്ത് ചുവലിലിട്ടു കോവൻ. അവന്റെ ശരീരത്തിൽ നിന്ന് വമിച്ച അസഹ്യമായ ദുർഗന്ധം തേയിയെ ഓക്കാനിപ്പിച്ചു. അവളെ വഹിച്ചുകൊണ്ട് ശ്മശാനത്തിനുള്ളിലേക്ക് നടക്കുകയാണ് കോവൻ. തേയി കൈകാലുകൾ കുടഞ്ഞ് നിലവിളിച്ചു. അപ്പോൾ കോവന്റെ കയ്യിലെ ദണ്ടിന്റെ അഗ്രത്തിൽ കോർത്തിരുന്ന തലയോട്ടിയിൽ നിന്ന് ഒരു തീനാളം അതിശക്തമായി പുറത്തേക്ക് നീണ്ടു. അതും കൂടി കണ്ടതോടെ തേയി വല്ലാതെ ഭയന്നു. അവൾ എതിർപ്പിന്റെ ശക്തി കൂട്ടി. എന്നാൽ ആരോഗ്യവാനായ കോവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. പൊടുന്നനെ അവൾ കോവന്റെ ചെവിയിൽ ഒരു കടി കൊടുത്തു. ആ! കോവൻ പുളഞ്ഞുപോയി. ചെവി മുറിഞ്ഞ് ചോര ഒഴുകി. ആ ക്ഷണം തേയി അവനിൽ നിന്ന് വഴുതിയിറങ്ങി. അവൾ നിന്നില്ല, ഓടി. കോവന്റെ മിഴികളിൽ കോപം ജ്വലിച്ചു. അവൻ നിലത്തേക്ക് കുനിഞ്ഞ് ഒരു ചുള്ളിക്കമ്പെടുത്ത് 2ആയി ഒടിച്ചു. ആ ചുള്ളിക്കമ്പുകൾ തേയിയുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. ശീൽക്കാരങ്ങൾ. തേയിയുടെ മുമ്പിൽ 2 മൂർഖൻ പാമ്പുകൾ പത്തി വിടർത്തിയാടി. അവൾ നിശ്ചലം നിന്നുപോയി. പാമ്പുകളെ മറികടന്ന് അവൾക്ക് പോകാനാവുന്നില്ല. അവൾ ദയനീയമായി കോവനെ നോക്കി. എന്നെ ധിക്കരിച്ചു പോകാൻ പറ്റില്ല നിനക്ക്. എന്റെ മൂർത്തിയുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ശേഷം നിനക്ക് പോകാം. എന്റെ മൂർത്തിക്ക് കൊടുക്കുന്ന
100ാമത്തെ കന്യകയാണ് നീ. ഞാൻ പാവമാ. മൂർത്തിക്ക് നിന്നെ വേണം. എന്നെ വെറുതെ വിടണം. തേയി കൈകൂപ്പി. അവളുടെ ദീനമായ മുഖം കോവൻ കണ്ടതായി ഭാവിച്ചില്ല. അവന്റെ ചെവിയിൽ നിന്ന് ചോര കഴുത്തിലേക്ക് വീണുകൊണ്ടിരുന്നു. കഴുത്തിൽ പതിക്കുന്ന ചോരയാകട്ടെ നിമിഷവേഗത്തിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ മൂർത്തിയുടെ സ്വരം കോവന്റെ കാതിൽ മുഴങ്ങി, എനിക്ക് ചോര വേണം. തന്റെ ഉപാസനാമൂർത്തിയുടെ ആഗ്രഹം കോവൻ മൂളിക്കേട്ടു. കോവന്റെ ചെവിയിൽ നിന്നൊലിച്ച ചോരയുടെ രുചിയാണ് ചണ്ടാലമൂർത്തിക്ക് പെട്ടെന്ന് രക്തദാഹമുണ്ടാകാൻ കാരണം. കോവന്റെ കഴുത്തിലേക്ക് വീഴുന്ന ചോരത്തുള്ളികൾ അപ്പോൾ തന്നെ ചണ്ടാലമൂർത്തി നക്കി തുടയ്ക്കുകയായിരുന്നു. തേയിയുടെ ചോരയ്ക്ക് വേണ്ടി കോവന്റെ ഉള്ളിലിരുന്ന് മൂർത്തി ചുരമാന്തി. ആദ്യം സുരത സുഖം, പിന്നെ രക്തപാനം. തേയിയുടെ സമീപത്തേക്ക് കോവൻ നടക്കാനാഞ്ഞതും ഒരു സൈക്കിൾ ബെൽ മുഴങ്ങി. കാളിയപ്പനായിരുന്നു സൈക്കിളിൽ വന്നത്. പറയ കോളനിയിലെ ഒരു ചെറുപ്പക്കാരനാണ് കാളിയപ്പൻ. പറയ കോളനിയിൽ നിന്ന് 10ാം ക്ലാസ് വരെ പഠിച്ച ഒരേ ഒരാൾ. അവൻ കുറച്ചകലെയുള്ള ഒരു റേഷൻ കടയിൽ സാധനങ്ങൾ തൂക്കിക്കൊടുക്കാൻ നിൽക്കുകയാണ്. അവൻ കടയിലേക്ക് പോകുവാനുള്ള വരവാണ്. തേയിയുടെ അയൽക്കാരനാണ് കാളിയപ്പൻ. മാത്രമല്ല തേയിയുടെ കാമുകനും. കാളിയപ്പനെ കണ്ടയുടൻ കോവൻ ശ്മശാനത്തിലേക്ക് തിരിഞ്ഞു നിന്നു. എന്താ തേയി? കാളിയപ്പൻ ചോദിച്ചു. ഒന്നുമില്ല. തേയിയുടെ മുഖം വിയർത്തിരുന്നു. നീ എവിടേക്കാ? പണിക്ക്. സൈക്കിളിൽ കയറിക്കോ, കാളിയപ്പൻ പറഞ്ഞു. തേയി സൈക്കിളിന്റെ പിന്നിൽ കയറി. കാളിയപ്പൻ സൈക്കിൾ മുമ്പോട്ട് പായിച്ചു. വേട്ടക്കാരന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട മുയൽക്കുഞ്ഞിന്റെ ഭാവമായിരുന്നു അപ്പോൾ തേയിക്ക്. അവൾ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. അവൾ സൈക്കിളിലിരുന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും ശ്മശാനത്തിന്റെ വാതിൽക്കൽ ക്രോധമുഖവുമായി നിൽക്കുന്ന കോവനെ കാണാമായിരുന്നു. കോവന്റെ പിടലി ഞരമ്പ് പിടച്ചു നിന്നു. ഇരയെ നഷ്ടപ്പെട്ടതിന്റെ ദേഷ്യമുണ്ടായിരുന്നു അവന്റെ മുഖത്ത്. തന്റെ മൂർത്തിക്കുള്ള 100ാമത്തെ ഇരയായി അവൻ തേയിയെ കണക്കാക്കി കഴിഞ്ഞു. സൈക്കിൾ മുമ്പോട്ട് നീങ്ങവേ കാളിയപ്പൻ ചോദിച്ചു, ആ ദുർഭൂതം നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, തേയി കള്ളം പറഞ്ഞു. അവനെ സൂക്ഷിക്കണം, ഭയങ്കരനാ. കാളിയപ്പൻ ഉപദേശിച്ചു. കോവനെ കാളിയപ്പനും ഭയക്കുന്നുണ്ട്. പറയ കോളനിയിലെ ഒരുപാട് പെണ്ണുങ്ങളെ കോവൻ നശിപ്പിച്ചിട്ടുള്ള കഥ അവനറിയാം. ചില പെൺകുട്ടികളെ കാണാതെയായിട്ടുണ്ട്. കാണാതെയായവരെ പറ്റി ഒരു വിവരവുമില്ല. മാത്രമല്ല കന്യകകളായ ഏത് പെൺകുട്ടി പറയ കോളനിയിൽ മരിച്ചാലും കോവൻ അവിടെ കടന്നു ചെല്ലാറുണ്ട്. പെൺകുട്ടിയുടെ മൃതശരീരത്തെ അവൻ പിച്ചി ചീന്താറുണ്ട്. കോവനെ ഭയക്കുന്നവർ എതിര് നിൽക്കില്ല. ദുർമൂർത്തികളുടെ ഉപാസകനായ കോവൻ പറയ കോളനിയിലെ ചെകുത്താനാണ്. കോവന്റെ ഇംഗിതത്തിന് എതിര് നിന്നാലുള്ള അനുഭവം പറയ കോളനിയിലെ എല്ലാവരും ഒരിക്കൽ ബോധ്യപ്പെട്ടതാണ്. വേലുപ്പറയന്റെ മകൾ ചീര വലിവ് രോഗിയായിരുന്നു. രാവും പകലും ഒരുപോലെ വലിവ്. കച്ചി തുരുമ്പ് പോലെ മെലിഞ്ഞു പോയിരുന്നു അവൾ. കൈകാലുകൾ ശോഷിച്ച് ജീവനുള്ള ഒരു കച്ചി തുരുമ്പ്. ഒരു കന്നിമാസത്തിൽ ചീരയ്ക്ക് വലിവ് കൂടി. അവൾ മരണവെപ്രാളം കാട്ടി ശ്വാസം കഴിക്കാൻ പ്രയാസപ്പെടുന്നത് വേലുപ്പറയനും കെട്ടിയോൾ കാത്തുവും ദീനതയോടെ നോക്കിയിരുന്നു. അന്ന് സന്ധ്യയ്ക്ക് കോവൻ അവരുടെ കുടിയിലെത്തി. രണ്ടാളും പുറത്തു പോ, കോവൻ കൽപ്പിച്ചു. വേലുപ്പറയൻ ഞെട്ടി. ഇവൾ ആഴ്ചയൊന്ന് തികക്കില്ല, ചത്തുപോകും. അതിനു മുമ്പ് ഇവളെ എന്റെ മൂർത്തിക്ക് വേണം. കോവന്റെ ഉദ്ദേശ്യം വേലുപ്പറയന് മനസ്സിലായി. കോവനെ പറ്റി പറയ കോളനിയിലെ എല്ലാവർക്കും അറിയാമല്ലോ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. വേലുപ്പറയൻ ധൈര്യത്തോടെ കോവന്റെ മുമ്പിൽ കയറി നിന്നു. കാത്തു മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. പക്ഷേ കോവന്റെ മിഴികളിൽ കനലെരിഞ്ഞു. പോ, പുറത്തു പോ, കോവൻ അലറി. ഇല്ല, പോകില്ല. കോവൻ അതിശക്തമായി തല വെട്ടിച്ചുകൊണ്ട് ഒറ്റ അലർച്ച. അവൻ കയ്യിലെ ദണ്ഡ് ഉയർത്തിപ്പിടിച്ചു. ദണ്ഡിലെ തലയൊട്ടിക്ക് ചുവപ്പ് നിറം പകർന്നു. തലയോട്ടിയുടെ കണ്ണുകളിൽ നിന്ന് 2 തീജ്വാലകൾ പുറത്തേക്ക് നീണ്ടു. തീജ്വാലകൾ ഒരു വലിയ അഗ്നിമല പോലെ പൊട്ടിച്ചിതറി. മുറിയിൽ ചണ്ടാലമൂർത്തി. മൂർത്തി കോപത്തോടെ അണച്ചു. നാക്ക് കഴുത്തറ്റം വരെ നീണ്ടു. ശരീരം മുഴുവൻ രോമത്താൽ നിറഞ്ഞ മൂർത്തി രോമക്കെട്ട് നിറഞ്ഞ തന്റെ കൈ നീട്ടി. നീണ്ടു കൂർത്ത നഖങ്ങളുടെ കൈത്തലം ചീരയുടെ കഴുത്തിനെ മെല്ലെ തലോടി.
എന്റെ മോളെ ഉപദ്രവിക്കല്ലേ, വേലുപ്പറയൻ വിലപിച്ചു. ചണ്ടാലമൂർത്തി നാരുപോലെ ചെമ്പൻ നിറമാർന്ന് നീണ്ട തന്റെ തലമുടിക്കിടയിലേക്ക് മറുകൈ തിരുകി അത് 2 മുടി പറിച്ചെടുത്തു. ഒരു പൊട്ടിച്ചിരിയോടെ ചണ്ടാലമൂർത്തി പറിച്ചെടുത്ത മുടികൾ നിലത്തേക്കെറിഞ്ഞു. പെട്ടെന്ന് മുടികളിൽ നിന്ന് പുകച്ചുരുളുകൾ ഉയർന്നു. കറങ്ങി കറങ്ങി ഉയർന്ന പുകച്ചുരുളുകൾക്കുള്ളിൽ 4 ചുവന്ന കണ്ണുകൾ. അണയ്ക്കുന്നതിന്റെ സ്വരം. പുകച്ചുരുളുകൾ മാറി രംഗം വ്യക്തമായപ്പോൾ 2 വലിയ പട്ടികൾ മുറിയിൽ നിൽക്കുന്നു. കറുത്ത പട്ടികൾ. അവറ്റകൾ ആക്രമണത്തിന് സന്നദ്ധരായി നിൽക്കുകയാണ്. പട്ടികളെ നോക്കി എന്തോ സജ്ഞ കൊടുത്തിട്ട് ചണ്ടാലമൂർത്തി വീണ്ടും കിരാതമായി ചിരിച്ചു. ചണ്ടാലമൂർത്തിയുടെ ഭൂതഗണങ്ങളിൽപ്പെട്ട 2 പേരായിരുന്നു നായ്ക്കളുടെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. കോവൻ മൂർത്തിക്ക് മുമ്പിൽ കൈകൂപ്പി നിൽപ്പാണ്. തലയൊട്ടിക്ക് എപ്പോഴും ചുവന്ന നിറം തന്നെയായിരുന്നു. ചീരയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കാത്തു. നായ്ക്കൾ കാത്തുവിന്റെ നേരെ ചാടി വീണു. ഘോരമായ ഒരു വിലാപം കാത്തുവിൽ നിന്ന് ഉയർന്നു. ആ ജന്തുക്കൾ കാത്തുവിനെ കടിച്ച് കുടയുകയാണ്. വേലുപ്പറയൻ അലറി നിലവിളിച്ചുകൊണ്ട് കാത്തുവിനെ രക്ഷിക്കാൻ ഓടിച്ചെന്നു. ആ ക്ഷണം തലയോട്ടിയിൽ നിന്ന് കുറെ ചുവന്ന പൊടി വേലുപ്പറയന്റെ ശരീരത്ത് വീണു. അസഹ്യമായ വേദനയോടെ വേലുപ്പറയൻ നിലത്ത് കിടന്നുരുണ്ടു. കാത്തുവിന്റെ ശരീരം നായ്ക്കൾ കടിച്ചു കീറി. മുറി മുഴുവൻ കാത്തുവിന്റെ ചോര ഒഴുകി പരന്നു. ഭയവിഹ്വലയായി കിടക്കുകയാണ് ചീര. വേലുപ്പറയൻ ബോധമറ്റ് കഴിഞ്ഞിരുന്നു. സുരതം, സുരതം! ചണ്ടാലമൂർത്തി കൊതിയോടെ മുരണ്ടു. എന്നിൽ ആവാഹിച്ചാലും. കോവൻ കൈകൂപ്പി. കാത്തുവിനെ കടിച്ചു കീറിയ നായ്ക്കൾ പൊടുന്നനെ അപ്രത്യക്ഷരായി. വായുവിൽ അലിഞ്ഞു ചേർന്നതുപോലെ. ഇടിവെട്ടുന്ന സ്വരത്തിൽ ചണ്ടാലമൂർത്തി ഒരു അഗ്നിനാളമായി മാറി. ആ അഗ്നിനാളം കോവന്റെ ഉച്ചിയിൽ പരന്നിരുന്നു. ആ നിമിഷം കോവൻ ഭീകരരൂപിയായി. നീണ്ട നാസിക, ശരീരം നിറയെ രോമം, കോമ്പല്ലുകൾ. വലിവിന്റെ വേദനയിലും ചീര നിലവിളിച്ചു പോയി. ഭീകരരൂപി ചീരക്കരികിലിരുന്നു. അവളുടെ വസ്ത്രങ്ങൾ പറിച്ചു കീറി ദൂരെ എറിഞ്ഞു. വൈക്കോൽ തുരുമ്പ് പോലെ ശോഷിച്ച ചീരയുടെ ശരീരത്തെ ഭീകരരൂപി മെല്ലെ തലോടി. ശോഷിച്ച് ശോഷിച്ച് അഭംഗി നിറഞ്ഞ ചെറിയ മുലകളെ പറിച്ചെടുക്കും പോലെ ഞെരടി. ചീര വേദനയോടെ ഉറക്കെ കരഞ്ഞു. ഭീകരരൂപി അവളുടെ ശരീരത്തിലേക്ക് പടർന്നു കയറി. സിംഹത്തിന്റെ മൂളൽ പോലെ ഒരു സ്വരം മുറിയിൽ ഉയർന്നുകൊണ്ടിരുന്നു. ചീരയുടെ എല്ലുകൾ ഒടിയുന്ന സ്വരം. ഒരു പിടച്ചിലോടെ അവൾ നിശബ്ദയായി. കടവായിലൂടെ ചോര ഒലിച്ചിറങ്ങി. എന്നിട്ടും ആഗ്രഹ പൂർത്തീകരണത്തിന് ശേഷമേ ഭീകരരൂപി അവളിൽ നിന്നും ഒഴിഞ്ഞു മാറിയുള്ളൂ. വൈകാതെ കോവൻ തന്റെ പഴയ രൂപത്തിലേക്ക് തിരികെ വന്നു. അവൻ ഭാണ്ഡവും തലയോട്ടിയുമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വളരെ നേരം കഴിഞ്ഞാണ് വേലുപ്പറയൻ ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നത്. മുറിയിലെ കാഴ്ച കണ്ട് വേലുപ്പറയൻ അലമുറയിട്ട് കരഞ്ഞു. പട്ടികൾ കടിച്ചു കീറിയ കാത്തുവിന്റെ ശരീരം, ചതച്ചരയ്ക്കും പോലെ നഗ്നമാക്കപ്പെട്ട മകളുടെ ശരീരം. വേലുപ്പറയൻ വെളിയിലിറങ്ങി തലമുടിക്കിടയിൽ വിരൽ കടത്തി ഉറക്കെ അലമുറയിട്ടു. പറയ കോളനി മുഴുവൻ വേലുപ്പറയന്റെ മുറ്റത്ത് തടിച്ചുകൂടി. നടന്ന സംഭവങ്ങൾ മുഴുവൻ വേലുപ്പറയൻ അവരോട് പറഞ്ഞു. ഒരാൾ പോലും പ്രതികരിച്ചില്ല. അവർക്കൊക്കെ കോവനെ ഭയമായിരുന്നു. തലയോട്ടിയിൽ നിന്ന് വർഷിക്കപ്പെട്ട ചുവന്ന പൊടി വീണ വേലുപ്പറയന്റെ ശരീരഭാഗങ്ങൾ ചുവന്ന് തടിച്ചു കിടന്നിരുന്നു. അവിടെയൊക്കെ അസഹ്യമായ ചൊറിച്ചിലും. പിറ്റേന്ന് ശരീരമാകെ പഴുത്ത് വീർത്തു. വസൂരി. 21-ാം നാൾ കുടിലിൽ ഏകനായി കിടന്ന് വേലുപ്പറയൻ നരകയാതന അനുഭവിച്ചു. അന്ന് രാത്രി മരിക്കുകയും ചെയ്തു. ഈ സംഭവം പറയ കോളനിയെ ഭയവിഹ്വലതയിലാക്കി. ഒരാൾ പോലും കോവനെതിരെ ശബ്ദിക്കാൻ ധൈര്യപ്പെട്ടില്ല. അയാളെ എതിർക്കുന്നത് ജീവൻ പണയം വയ്ക്കുന്നതിന് തുല്യമാണെന്ന് അവർക്കറിയാം. ഇതൊക്കെ ഓർത്തുകൊണ്ടാണ് കാളിയപ്പൻ അയൽ ഗ്രാമത്തിലേക്ക് സൈക്കിൾ ചവിട്ടിയത്. തേയിയെ ഇറക്കി വിട്ടിട്ട് അവൻ റേഷൻ കടയിലേക്ക് പോയി. അന്ന് കല്ലുകൊത്തുപണിക്ക് ശേഷം തേയി സന്ധ്യയ്ക്ക് മുമ്പേ പറയ കോളനിയിലേക്ക് മടങ്ങി. മനഃപൂർവമായിരുന്നു അത്. തന്റെ മേൽ കോവന്റെ കണ്ണുകൾ പതിഞ്ഞെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഇനി സൂക്ഷിക്കണം. ശ്മശാനത്തിന്റെ മുമ്പിലൂടെ മാത്രമേ അവൾക്ക് കുടിയിലേക്ക് പോകാൻ കഴിയൂ. ശ്മശാനത്തിനുള്ളിൽ എപ്പോഴും കോവൻ ഉണ്ടാവുകയും ചെയ്യും.
അയാൾ ആഹാരം പാകം ചെയ്യുന്നതും കഴിക്കുന്നതുമൊക്കെ ശ്മശാനത്തിനുള്ളിൽ തന്നെയാണ്. തേയിയുടെ ഭാഗ്യത്തിന് അന്ന് ശ്മശാനത്തിന്റെ പരിസരത്ത് കോവനെ കണ്ടില്ല. അവൾ ആശ്വാസത്തോടെ കുടിയിലേക്ക് പോയി. എന്നാൽ കുടിയുടെ മുറ്റത്തേക്ക് കയറിയ തേയി ഞെട്ടിപ്പോയി. കുടിയുടെ ചാണകം മെഴുകിയ തറയിൽ കോവൻ ഇരിക്കുന്നു. കോവന്റെ സമീപം ഭയഭക്തി ബഹുമാനത്തോടെ തേയിയുടെ അപ്പൻ മാധേവനും. തേയിയെ കണ്ടപ്പോൾ കോവൻ ഒന്ന് ചിരിച്ചു. അവന്റെ കഞ്ചാവ് കറ പുരണ്ട പല്ലുകൾ കണ്ടപ്പോൾ തേയിക്ക് അറപ്പാണ് തോന്നിയത്. അവൾ അകത്തേക്ക് കയറാൻ മടിച്ച് പുറത്തു നിന്നു. മാധേവ, ഓർമ്മയുണ്ടല്ലോ? കോവൻ ചോദിച്ചു. ഉണ്ട്, എന്നാ ഞാൻ പോണു. കോവൻ ഭാണ്ഡം ചുമലിലാക്കി എഴുന്നേറ്റു. ദണ്ടിൽ കോർത്ത തലയൊട്ടി കയ്യിലെടുത്തു. പുറത്തേക്കിറങ്ങവേ തേയിയെ കോവനൊന്നു രൂക്ഷമായി നോക്കി. എന്തോ നിഗൂഢഭാവം അവന്റെ നോട്ടത്തിലുണ്ടെന്ന് തേയിക്ക് മനസ്സിലായി. അവൾ തലകുനിച്ച് പോയി. അസഹ്യമായ ദുർഗന്ധം പരിസരമാകെ പരത്തിക്കൊണ്ട് കോവൻ നടന്നുപോയി. തേയി മാധേവന്റെ മുമ്പിലേക്ക് ചെന്നു. അയാള് എന്തിനാണപ്പാ വന്നത്? അത് മാധേവൻ പരുങ്ങി. പറയപ്പാ. അയാൾക്കൊരു പൂജയുണ്ടത്രേ. അതിന് ഒരു കന്യകയെ വേണം. നിന്നെ അതിന് വിട്ടുകൊടുക്കണം എന്നാ അയാള് പറഞ്ഞത്. എന്നെയോ? എന്തു പൂജ? അതെനിക്കറിയില്ല. അയാൾ ചീത്തയാണപ്പാ, ഞാൻ പോവില്ല. കോവൻ ഭയങ്കരനാ മോളെ. അയാൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കാന്ന് നിനക്കറിയരുതോ? ഞാൻ പോവില്ല, ചത്തുകളയും. മോളെ, അപ്പൻ അയാൾക്ക് ഉറപ്പ് കൊടുത്തോ? ഇല്ല. പിന്നെന്താ? പോകാതിരിക്കാൻ പറ്റില്ല മോളെ. കോവനെ നമ്മൾ പേടിക്കണം. നമ്മൾ മാത്രമല്ല, എല്ലാവരും പേടിക്കണം. കോപിച്ച കോവൻ എന്നാ ചെയ്യുകയെന്ന് ഒരു നിശ്ചയമില്ല മോളെ. അപ്പൻ മിണ്ടാതിരി. തേയി അരിശത്തോടെ അകത്തേക്ക് പോയി. മാധേവൻ ധർമ്മസങ്കടത്തിലായി. നാളെയാണ് തേയിയെ ശ്മശാനത്തിലെത്തിക്കണമെന്ന് കോവൻ പറഞ്ഞിരിക്കുന്നത്. രാത്രിയുടെ 3-ാം യാമത്തിൽ തനിച്ചു വിടണമത്രേ. തേയി പോയില്ല. പോകാതിരുന്നാൽ? അതിനെപ്പറ്റി ചിന്തിക്കാൻ മാധേവന് ധൈര്യമില്ലായിരുന്നു. തേയി കുടവുമെടുത്ത് കുളക്കടവിലേക്ക് പോയി. പറയ കോളനിയാകെ ഇരുട്ട് പരക്കാൻ തുടങ്ങിയിരുന്നു. തേയി കുളിക്കടവിൽ ചെല്ലുമ്പോൾ അവിടെ കാളിയപ്പനുണ്ട്. അവൻ പണി കഴിഞ്ഞ് കുളിക്കാൻ വന്ന വരവാണ്. കാളിയപ്പനെ കണ്ടപ്പോൾ തേയിയുടെ മുഖം പ്രസാദിച്ചു. കാളിയപ്പൻ ഇരുട്ടിന്റെ മറ അനുഗ്രഹമാക്കി തേയിയുടെ ചുമലിൽ കൈവച്ചു. തേയി, ഞാൻ റേഷൻ കടയിൽന്ന് കാശൊന്നും വാങ്ങുന്നില്ല. എല്ലാം കൂടി ഒന്നിച്ച് വാങ്ങണം. എന്നിട്ട് വേണം എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ. തേയി മധുരമായി ചിരിച്ചു. കാളിയപ്പൻ അവളെ ചേർത്ത് പിടിച്ച് കവളിൽ ഒരു മുത്തം കൊടുത്തു. അവന്റെ കൈവിരലുകൾ മാറിലേക്ക് അരിക്കുന്നത് തിരിച്ചറിഞ്ഞ തേയി ചിരിയോടെ ഒഴിഞ്ഞു മാറി. വേണ്ട. എന്തേ? അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? വിശ്വാസമൊക്കെയാ, എങ്കിലും. തേയിയുടെ മനസ്സിൽ കാന്തിയുടെ അനുഭവമാണ്. അതിന്റെ പേടിയാണ്. പറയ കോളനിയിലെ ഒരു പെൺകുട്ടിയായിരുന്നു കാന്തി. മറ്റുള്ളവരെക്കാൾ അല്പം തണ്ടും തണ്ടേടവും അവൾക്ക് കൂടുതലുണ്ടായിരുന്നു. അതാണ് അവൾക്ക് വിനയായത്. പറയ കോളനിയിൽ റിബണും പൗഡറും പൊട്ടുമൊക്കെ വിൽക്കാൻ പരിഷ്കാരിയായ ഒരു ചെറുപ്പക്കാരൻ വരുമായിരുന്നു. അയാൾക്ക് അത്തറിന്റെ മണമായിരുന്നു. തിളങ്ങുന്ന ഉടുപ്പുമുണ്ടായിരുന്നു. അയാൾ കാന്തിയോട് തമാശ പറയുമായിരുന്നു. അവളുടെ ചുമലിലും കവിളിലും പിച്ചുമായിരുന്നു, തലോടുമായിരുന്നു. കാന്തിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരു നാൾ പറയ കോളനിയാകെ ആ വാർത്ത പരന്നു. കാന്തിയുടെ കുളി തെറ്റി. കാന്തിയെ അപ്പനും അമ്മയും ഒരുപാട് തല്ലി. പക്ഷേ കാന്തി കൂസിയില്ല. അത്തറിന്റെ മണമുള്ള പരിഷ്കാരി തന്നെ കൊണ്ടുപോകാൻ വരുമെന്ന് അവൾ സത്യമായും വിശ്വസിച്ചു. പക്ഷേ അയാൾ വന്നില്ല. ഒരിക്കലും വന്നില്ല. കുടിയുടെ പിന്നിലെ മാവിൻ കൊമ്പിൽ കാന്തി തൂങ്ങി മരിച്ചിട്ടും ആ പരിഷ്കാരി പറയ കോളനിയിൽ വന്നില്ല. കാന്തിയെപ്പോലെ തനിക്ക് സംഭവിക്കരുത്. അക്കാര്യത്തിൽ തനിക്ക് നിർബന്ധമുണ്ട്. കാന്തിയുടെ പള്ളയിലുണ്ടാക്കിയ പരിഷ്കാരിയെ പോലെയല്ല തന്റെ കാളിയപ്പനെന്ന് തേയിക്ക് ബോധ്യമുണ്ട്. പക്ഷേ സൂക്ഷിക്കേണ്ടത് തേയിയാണ്. താൻ ഒരു പെണ്ണാണ്. പറയ കോളനിയിൽ നിന്ന് വെളിയിൽ പോയിട്ടുള്ളതിന്റെ വിവരമാണ് തേയിക്കുള്ളത്. സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടത് താൻ മാത്രമാണെന്ന് അവൾക്കറിയാം. തേയിയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് കാളിയപ്പൻ ചിരിയോടെ ഒഴിഞ്ഞു മാറി. പെട്ടെന്ന് തേയിയുടെ മുഖത്ത് ഒരു വിഷാദം പരന്നത് കാളിയപ്പൻ കണ്ടു. എന്താ തേയി? അവൻ ചോദിച്ചു. കോവൻ ഇന്ന് വീട്ടിൽ വന്നിരുന്നു. എന്തിന്? അയാൾക്കൊരു പൂജയുണ്ടത്രേ. അതിന് ഞാൻ ചെല്ലണമെന്ന്. എന്ത് പൂജ? എനിക്കറിയില്ല. അപ്പനോടാ പറഞ്ഞത്. ഞാൻ പോകില്ലെന്ന് അപ്പനോട് തീർത്തു പറഞ്ഞു. കാളിയപ്പൻ ചിന്തയിലാണ്ടു. കോവൻ നല്ലവനല്ലെന്ന് തീർച്ചയാണ്. പോരാത്തതിന് പെൺകുട്ടികൾക്ക് നേർക്കുള്ള കോവന്റെ ആക്രമണമൊക്കെ പറയ കോളനിയിലെ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള കോവന്റെ അടുത്ത് തേയി പോകുന്നത്
തീർച്ചയായും അപകടമാണ്. അക്കാര്യത്തിൽ കാളിയപ്പന് ഉറപ്പുണ്ട്. നീ പോകണ്ട, കാളിയപ്പൻ തീർത്തു പറഞ്ഞു. ഞാൻ പോകില്ല. തേയി വെള്ളമെടുത്തുകൊണ്ട് കുടിയിലേക്ക് പോയി. കാളിയപ്പൻ കുളത്തിലിറങ്ങി കുളിച്ചു കയറി. അവൻ പടികൾ കയറി മുകളിലെത്തിയപ്പോൾ മുമ്പിൽ കോവൻ നിൽക്കുന്നു. കാളിയപ്പൻ അന്തിച്ചുപോയി. തന്റെ വൃത്തികെട്ട പല്ലുകൾ കാട്ടി കോവൻ ചിരിച്ചു. തേയി നിന്റെ ആരാ? കോവൻ ചോദിച്ചു. ഞാൻ കെട്ടാൻ പോണ പറച്ചി. അല്പം ധൈര്യം പുറത്തെടുത്തുകൊണ്ട് കാളിയപ്പൻ പറഞ്ഞു. കോവൻ പരിസരം കെടുകുമാറ് പൊട്ടിച്ചിരിച്ചു. കുളിക്കടവിന് സമീപം നിന്ന ആൽമരത്തിൽ നിന്ന് പക്ഷികൾ ചിറകടിച്ച് പൊങ്ങി. പെട്ടെന്ന് കോവൻ ചിരി നിർത്തി. മറന്നേക്കണം അവളെ, മറന്നേക്കണം. ഭയാനകമായി കണ്ണുകൾ മിഴിച്ചുകൊണ്ട് കോവൻ കൽപ്പിച്ചു. ഇല്ല, കാളിയപ്പൻ ധൈര്യത്തിൽ ഉറക്കെ പറഞ്ഞു. അത് കേൾക്കെ കോവന്റെ മുഖം പ്രാകൃതമായി. തലയോട്ടി ചുവന്ന് അഗ്നി നിറം പൂണ്ടു. നീ പറഞ്ഞാൽ അനുസരിക്കില്ല അല്ലേ? കോവന്റെ മിഴികൾ പൂർവാധികം ജ്വലിച്ചു. അവന്റെ കത്തുന്ന മിഴികൾ തലയൊട്ടിയിലേക്ക് വീണു. ധൈര്യത്തോടെ കോവനെ നിഷേധിച്ചെങ്കിലും ഭയാക്രാന്തനായി നിൽക്കുകയാണ് കാളിയപ്പൻ. ചുവന്നു തൊടുത്ത തലയോട്ടി കോവൻ കുളത്തിന് നേരെ നീട്ടി. പെട്ടെന്ന് കുളത്തിന്റെ മധ്യത്തിൽ ഒരു ഇളക്കമുണ്ടായി. ഒരു ഇരമ്പം. കുളത്തിന്റെ മധ്യത്തിൽ നിന്ന് ഒരു ജലസ്തൂപം മുകളിലേക്ക് ഉയർന്നു. ജലരൂപിയായ ഒരു ഭീകര ജന്തു. അത് അതിവേഗം കരയിലേക്ക് കുതിച്ച് കയറി. അമ്മേ! കാളിയപ്പൻ നിലവിളിച്ചു പോയി. അവൻ അതിവേഗം പടികൾ ഓടിക്കയറി. ജലപിശാച് പിന്നാലെ. കോവന്റെ പൊട്ടിച്ചിരി അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊണ്ടു. മരണവെപ്രാളത്തോടെ കാളിയപ്പൻ ഓടുകയാണ്. അവന്റെ തൊട്ടു പിന്നിലായി ജലപിശാചും. കോവന്റെ കയ്യിലിരുന്ന് തലയോട്ടി പല്ലിളിച്ചു. രക്ഷിക്കണേ, രക്ഷിക്കണേ! കാളിയപ്പൻ ചങ്ക് പറയും പോലെ അലറി കരഞ്ഞുകൊണ്ട് ഓടിക്കയറിയത് പറയ കോളനിയിലെ കാളിക്ഷേത്രത്തിന്റെ മുറ്റത്താണ്. തൊട്ടു പിന്നാലെ ജലപിശാചുമുണ്ട്. കാളിയപ്പൻ ദേവീ നടയിൽ അലച്ചു വീണു. പെട്ടെന്ന് കാളിദേവിയുടെ കയ്യിലെ ശൂലം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. ശൂലം ജലപിശാചിന് നേരെ പാഞ്ഞു ചെന്ന് മാറിൽ തറച്ചു. സ്ഫടികം പൊട്ടിച്ചിതറും പോലെ ജലം നാലുപാടും ചിതറി. ജലപിശാച് ക്ഷേത്രമുറ്റത്ത് വെള്ളമായി പരന്നു. ആ ക്ഷണം ശൂലം തിരികെ കാളിദേവിയുടെ പ്രതിമയിൽ എത്തിച്ചേരുകയും ചെയ്തു. ചങ്കിടിപ്പോടെയാണ് കാളിയപ്പൻ ആ കാഴ്ച കണ്ടത്. അവൻ ദേവി പ്രതിമയുടെ കാൽക്കൽ ഏറെ നേരം നമസ്കരിച്ചുകൊണ്ട് കിടന്നു. കാളിയപ്പൻ വല്ലാതെ പരിക്ഷീണനായി പോയിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ കോവന്റെ മുമ്പിൽ ചെന്ന് പെടുന്നത്, അവന്റെ ശക്തി മനസ്സിലാക്കുന്നത്. നേരം പുലർന്നിട്ടാണ് കാളിയപ്പൻ ക്ഷേത്രനടയിൽ നിന്ന് പോയത്. രാത്രി മുഴുവൻ അവൻ അവിടെ കിടന്നു. അവന് ഭയമായിരുന്നു ദേവി സന്നിധിയിൽ നിന്ന് പോകാൻ. അന്ന് പകല് മുഴുവൻ വേപഥു പോണ്ട് നടക്കുകയായിരുന്നു തേയിയുടെ അപ്പൻ മാധേവൻ. കോവന്റെ വാക്കുകളായിരുന്നു അയാളുടെ ഹൃദയത്തിൽ കിടന്ന് നീറിയത്. ഇന്ന് രാത്രിയാണ് ശ്മശാനത്തിലേക്ക് തേയിയെ ചെല്ലാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. രാത്രിയുടെ 3-ാം യാമത്തിൽ. തേയി പോകില്ലെന്ന് മാധേവന് ഉറപ്പാണ്. തേയി പോകാതിരുന്നാൽ പിന്നെ എന്തനർത്ഥമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് മാധേവന് തീർച്ചയില്ല. അന്ന് തേയി പണിക്ക് പോയിരുന്നില്ല. സന്ധ്യയായപ്പോൾ മാധേവൻ തേയിയോട് ചോദിച്ചു, മോൾ എന്ത് തീരുമാനിച്ചു? എന്ത്? കോവൻ പറഞ്ഞ കാര്യം. ഞാൻ അപ്പനോട് പറഞ്ഞല്ലോ, ഞാൻ പോകില്ല. പോകണമെന്ന് അപ്പൻ നിർബന്ധിച്ചാൽ ഞാൻ ചത്തുകളയും. അവളുടെ വാക്കിനു മുമ്പിൽ മാധേവൻ തോറ്റു. രാത്രിയായി. പറയ കോളനിയാകെ ഇരുട്ട് പരന്നു. രാത്രിയുടെ 1-ാം യാമം കഴിഞ്ഞു. മാധേവൻ എരിപിരി കൊണ്ട് മുറ്റത്ത് ഉലാത്തുകയാണ്. തേയി അകത്തിരിപ്പുണ്ട്. പാട്ടവിളക്ക് കത്തിച്ചു വെച്ച് അവൾ ഉറങ്ങാതെ ഇരിക്കുകയാണ്. തലേന്ന് രാത്രിയിൽ കാളിയപ്പനുണ്ടായ അനുഭവം അവൾ അറിഞ്ഞിരുന്നു. പകൽ കാളിയപ്പൻ എല്ലാം അവളോട് പറഞ്ഞിരുന്നു. എപ്പോൾ എന്തു വേണമെങ്കിലും സംഭവിക്കാമെന്ന് അവൾക്കറിയാം. എങ്കിലും കോവന്റെ അടുത്ത് പോകില്ല എന്ന് തീർച്ചയാക്കിയിരുന്നു. അവന്റെ ദുർമൂർത്തികൾ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എന്തും സഹിക്കാൻ തേയി തയ്യാറായി ഇരിക്കുകയാണ്. 2-ാം യാമം പൂർത്തിയായി. ഈ സമയം ശ്മശാനത്തിനുള്ളിൽ മറ്റൊന്ന് നടക്കുകയായിരുന്നു. ശ്മശാനത്തിന്റെ വടക്കേ മൂലയിൽ കാട് പിടിച്ചു നിൽക്കുന്ന ഭാഗത്ത് ഒരു വമ്പൻ അരയാലുണ്ട്. ആ അരയാലിന്റെ ചുവട്ടിൽ നിന്ന് താഴേക്ക് പടികൾ. മണ്ണ് ചെത്തിയൊരുക്കിയ പടികളാണത്. ഇന്നേ വരെ മറ്റാരും അത് കണ്ടിട്ടില്ല. അരയാലിന്റെ ചുവട്ടിൽ എപ്പോഴും കോവനെ കാണാറുണ്ട്. അവന്റെ തീറ്റയും ഉറക്കവുമൊക്കെ അവിടെയാണ്. അതുകൊണ്ട് ആരും അങ്ങോട്ട് ചെന്നിട്ടില്ല. ആ പടികൾ ചെന്ന് അവസാനിക്കുന്നത് ഭൂഗർഭത്തിലെ ഒരു അറയിലാണ്. പന്തങ്ങൾ തെളിച്ചു വെച്ചിരിക്കുന്ന അറ. അറയിലിപ്പോൾ ഒരു ഹോമകുണ്ഠം എരിയുന്നു. ഹോമകുണ്ഠത്തിനു മുമ്പിൽ ചമ്രം പടിഞ്ഞിരിക്കുകയാണ് കോവൻ.
അവനു മുമ്പിലായി ദണ്ടിൽ കോർത്ത തലയോട്ടി. ഹോമകുണ്ഠത്തിലെ തലയോട്ടി ചുവന്നു തുടുത്തു. ചില മന്ത്രങ്ങളുടെ ഉരുക്കഴിക്കുകയാണ് കോവൻ. അവൻ ഒരു പിടി തെള്ളിപ്പൊടിയെടുത്ത് ഹോമകുണ്ഠത്തിലേക്ക് എറിഞ്ഞു. അഗ്നി ഗുഹയുടെ മുകളറ്റം വരെ ഉയർന്നു ചിതറി. അപ്പോൾ തലയോട്ടി വായി പിളർന്നു. തലയോട്ടിയിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു. അപ്പോൾ കോവൻ രാത്രിയുടെ 3-ാം യാമം തിരിച്ചറിഞ്ഞു. തേയി വരേണ്ട സമയമായി. അവൾ ഇതുവരെ വന്നിട്ടില്ല. ശ്മശാനത്തിന്റെ വാതിൽക്കൽ തേയി എത്തിയാൽ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ 2 ദുർമൂർത്തികളെ അവിടെ നിർത്തിയിരുന്നു കോവൻ, നാഗയക്ഷിയും മറുതയും. തേയിയെ കാണാതായപ്പോൾ കോവൻ കലിപോണ്ട് ജ്വലിച്ചു. നാഗയക്ഷി! കോവൻ അലറി. അറയൊന്ന് കിടുങ്ങി. പിരുമ്പറ നാദത്തോടെ ഹോമകുണ്ഠത്തിനപ്പുറം നാഗയക്ഷി പ്രത്യക്ഷപ്പെട്ടു. അരയ്ക്ക് കീഴോട്ട് സർപ്പവും മേലോട്ട് മനുഷ്യ സ്ത്രീയുടെ രൂപവുമുള്ള നാഗയക്ഷി. അവൾ വന്നില്ല അല്ലേ? നിഷേധാർത്ഥത്തിൽ നാഗയക്ഷി തലയിളക്കി. ദണ്ടിലിരുന്ന് തലയൊട്ടി അതിശക്തമായി വിറച്ചു. കോവൻ കൈവെള്ളയിൽ കർപ്പൂരം വെച്ച് ഉയർത്തി. ഹോമകുണ്ഠത്തിൽ നിന്ന് ഒരു തീനാമ്പ് കർപ്പൂരത്തിലേക്ക് പറന്നു വീണു. കോവന്റെ കൈവെള്ളയിലിരുന്ന് കർപ്പൂരം കത്തി. ചാമുണ്ടി! കുറെ മന്ത്രാക്ഷരങ്ങൾ ഉരുവിട്ടിട്ട് കോവൻ കലിയോടെ വിളിച്ചു. അറയ്ക്ക് വെളിയിൽ ആൽമരം വിറപൂണ്ടു. അതിന്റെ ഒരു കൊമ്പടിച്ചുകൊണ്ട് എന്തോ പറന്നു പൊങ്ങി. അറയിലെ ഹോമകുണ്ഠത്തിൽ ഒരു മുടിച്ചുരുൾ വീണു. മുടി കരിയുന്ന നാറ്റം അറയിൽ പരന്നു. കോവന്റെ കയ്യിലെ കർപ്പൂരം അണഞ്ഞതും നാഗയക്ഷിയുടെ വലതുഭാഗത്തായി ചാമുണ്ടി പ്രത്യക്ഷയായി. പ്രണാമം ദേവി. കോവൻ ഇരു കൈകളും തറയിലൂന്നി കമിഴ്ന്നു കിടന്നു. എന്താണ് നിനക്ക് വേണ്ടത്? ഇരുമ്പ് പാളുകൾ ഉരയുന്ന സ്വരത്തിൽ ചാമുണ്ടി ചോദിച്ചു. കോവൻ നിവർന്നിരുന്നു. എനിക്കവളെ വേണം, വേഗം. ചാമുണ്ടി മൂളി. ഹോമകുണ്ഠത്തിൽ അതിശക്തമായി കാറ്റുലഞ്ഞു. ഒരു ഇടിനാദത്തോടെ ചാമുണ്ടി അപ്രത്യക്ഷയായി. കോവന്റെ ചുണ്ടുകൾ മന്ത്രങ്ങൾ ഉരുവിടുകയാണ്. വത്സ! ചണ്ടാലമൂർത്തിയുടെ സ്വരം കോവന്റെ കാതിൽ മുഴങ്ങി. എവിടെ നിന്റെ നിവേദ്യം? എനിക്ക് നീ തരുന്ന 100-ാമത്തെ കന്യക. ഞാൻ വാക്കുമാറില്ല മൂർത്തി. നിനക്ക് ഞാനിന്ന് 100-ാമത്തെ കന്യകയെ തന്നിരിക്കും. 101-ാമത്തെ കന്യകയെ തരുമ്പോൾ നീ നിന്റെ വാക്ക് മാറരുത്. ഇല്ല! കോവൻ ഹോമകുണ്ഠത്തിൽ എണ്ണ പകർന്നു. തീയാളി. നാഗയക്ഷി അവന് മുമ്പിൽ കണ്ണു ചിമ്മി നിൽപ്പുണ്ട്. യക്ഷിയുടെ മുഖത്തേക്ക് നോക്കി കോവൻ കോപത്തിൽ അലറി. പോയി ശ്മശാനത്തിന്റെ വാതിൽക്കൽ നിൽക്ക്. ചാമുണ്ടി ഇപ്പോൾ അവളെ എത്തിക്കും. നാഗയക്ഷി നിലത്തേക്ക് കുനിഞ്ഞു. അവളൊരു സർപ്പമായി മാറി. അവൾ അറയിൽ നിന്ന് പുറത്തേക്ക് ഇഴഞ്ഞു പോയി. കോവൻ കടുത്ത മന്ത്രങ്ങൾ ഉരുവിട്ടു. അല്പം കഴിഞ്ഞപ്പോൾ അറയാകെ വിറപ്പിച്ചുകൊണ്ട് ചാമുണ്ടി പ്രത്യക്ഷയായി. എവിടെ അവൾ? അവളെ കിട്ടിയില്ല. എന്തേ? കോവൻ കലി പൂണ്ടു. അവൾക്ക് മുമ്പിൽ ഒരു വിളക്കരിയുന്നുണ്ട്. ആ വിളക്കിൽ കാളിദേവിയുടെ ക്ഷേത്രത്തിൽ പൂജിച്ച എണ്ണയാണ്. അവളെ തൊടാൻ എനിക്ക് കഴിയില്ല. കോവൻ അസഹ്യമായ കോപത്താൽ ഉറക്കെ അലറി. അവന്റെ അലർച്ചയിൽ അറ കിടിലം കൊണ്ടു. അപ്പോൾ ചണ്ടാലമൂർത്തിയുടെ സ്വരം. എനിക്കിന്നൊരു കന്യകയെ കിട്ടണം. കോവന്റെ ചെന്നിയിലൂടെ വിയർപ്പൊഴുകി. ചണ്ടാലമൂർത്തിയെ പിണക്കാനാവില്ല. ഇന്നത്തെ ദിവസം ചണ്ടാലമൂർത്തിയിൽ സുരത ത്വര ഉണ്ടാക്കിയത് താനാണ്. അത് ശമിപ്പിച്ചു കൊടുത്തേ പറ്റൂ. തേയില്ലെങ്കിൽ മറ്റൊരു കന്യക. എവിടെ നിന്നെങ്കിലും കന്യകയെ ലഭിച്ചേ മതിയാവൂ. ഇല്ലെങ്കിൽ തന്റെ ലക്ഷ്യം തെറ്റും. ചണ്ടാലമൂർത്തി പിണങ്ങിയാൽ താൻ ഇതുവരെ ചെയ്തു കൂട്ടിയ സകല പ്രവൃത്തികളും വൃഥാവിലാകും. അത് പാടില്ല. പക്ഷേ ഈ വൈകിയ വേളയിൽ എവിടെ നിന്ന് ഒരു കന്യകയെ ലഭിക്കും? രാത്രി അതിന്റെ 4-ാം യാമത്തിലേക്ക് കടക്കുകയാണ്. നിനക്ക് ഞാനിന്ന് കന്യകയെ തന്നിരിക്കും. എന്തോ തീരുമാനിച്ചുറച്ച മട്ടിൽ കോവൻ എഴുന്നേറ്റു. തലയോട്ടി ഉറപ്പിച്ച ദണ്ട് കയ്യിലെടുത്തു. അറയിൽ നിന്ന് പടികൾ കയറി കോവൻ മുകളിലെത്തി. ശ്മശാനത്തെ ഒരു കാറ്റ് ബാധിച്ചിരിക്കുകയാണ്. അന്ന് ദഹനക്രിയ നടത്തിയ ഒരു മൃതദേഹത്തിൽ നിന്ന് പുക ഉയരുന്നുണ്ട്. കോവന്റെ കറുത്ത മുണ്ട് കാറ്റിൽ പാറിപ്പറന്നു. ജട പിടിച്ച മുടി പാറിക്കളിച്ചു. കോവൻ ശ്മശാനം കടന്ന് വഴിയിലേക്കിറങ്ങി. പറയ കോളനിയുടെ 4 ദിക്കുകളിലും നിന്ന് പട്ടികൾ ഓരിയിട്ടു. കോവൻ മുമ്പോട്ട് നടക്കുകയാണ്. അവൻ ചെന്നു നിന്നത് ചാത്തപ്പറയന്റെ കുടിക്ക് മുമ്പിൽ. കുടിക്കുള്ളിൽ നിന്ന് ചാത്തന്റെ കൂർക്കം വലി കേൾക്കാം. ചാത്തനോടൊട്ടിക്കിടക്കുകയാണ് ചാത്തന്റെ കെട്ടിയവളായ അടിമപ്പറച്ചി. തൊട്ടടുത്ത ചായ്പിൽ അവരുടെ മകൾ ചിത്തിര ഉറങ്ങിക്കിടക്കുന്നു. ചാത്തന്റെ 3 പെൺമക്കളിൽ 3-ാമത്തവൾ. മൂത്ത 2നെയും കെട്ടിച്ചു വിട്ടിരുന്നു. 15കാരിയാണ് ചിത്തിര.
സുന്ദരി. പ്രായത്തേക്കാൾ വലിപ്പമുണ്ട് അവളുടെ ശരീരാവയവങ്ങൾക്ക്. തെറിച്ചുരുണ്ട മുലകൾ, ഒതുങ്ങിയ അരക്കെട്ട്, ഏതൊരു പുരുഷനും കൊതിക്കുന്ന അംഗലാവണ്യം. കോവൻ തന്റെ മനക്കണ്ണിൽ ചിത്തിരയെ കണ്ടു. തന്റെ മൂർത്തിക്ക് ഇന്നത്തേക്ക് ഇവൾ മതി. ചണ്ടാലമൂർത്തിക്ക് കൊടുക്കുന്ന 100ാമത്തെ കന്യക. പരിസരമാകെ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ചെറിയ ചാറ്റൽ മഴയുണ്ട്. നാഗയക്ഷി. മന്ത്രാക്ഷരങ്ങൾ ഉരുക്കഴിച്ച ശേഷം കോവൻ കടുപ്പത്തിൽ വിളിച്ചു. ഇലപ്പടർപ്പുകൾക്കിടയിലൂടെ തല ഉയർത്തിപ്പിടിച്ച് ഒരു സർപ്പം കോവന് മുമ്പിലേക്ക് ഇഴഞ്ഞു വന്നു. കോവന്റെ മുമ്പിലെത്തിയ നേരം നാഗയക്ഷി അരയ്ക്ക് മേലോട്ട് മനുഷ്യ സ്ത്രീയായി. അവളെ മയക്കി വിളിച്ചുകൊണ്ടുവാ, കോവൻ കൽപ്പിച്ചു. ഞൊടി നേരത്തിനുള്ളിൽ നാഗയക്ഷി അതിസുന്ദരിയായ ഒരു യുവതിയായി മാറി. കാറ്റത്ത് പനങ്കുല പോലെ മുടി പാറിക്കളിച്ചു. നാഗയക്ഷി കുടിയുടെ പിന്നിലേക്ക് പോയി. ചിത്തിരെ, ചിത്തിരെ. നേർത്ത ഒരു വിളി കേട്ടാണ് ചിത്തിര മിഴികൾ തുറന്നത്. നിലാവിന്റെ വെളിച്ചത്തിൽ അവൾ കണ്ടു, ഉയർത്തിവെച്ച ഓലമറയ്ക്കപ്പുറം സുന്ദരിയായ ഒരു പെണ്ണ് തന്നെ നോക്കി ചിരിക്കുന്നു. ഒരു പരിമളം തനിക്ക് ചുറ്റും പടർന്നത് ചിത്തിര അറിഞ്ഞു. ഹൃദയഹാരിയായ പരിമളം. ആ അമൂർത്ത ഗന്ധത്തിന് മുമ്പിൽ ചിത്തിര തന്നെ മറന്നുപോയി. പവിഴാധരങ്ങൾ വിടർത്തി മുല്ലമലർ വിടരും പോലെ സുന്ദരി നിന്ന് ചിരിക്കുകയാണ്. ഇവളാര്? എന്തിനിവൾ രാത്രി നേരത്ത് വന്നിരിക്കുന്നു? ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ചിത്തിരയുടെ മനസ്സിലേക്ക് കടന്നു ചെന്നില്ല. അവൾ മൂർത്തമായ ഒരു മാനസികാവസ്ഥയിലേക്ക് വഴുതി വീണിരുന്നു. അർദ്ധമയക്കത്തിന്റെ സുഖകരമായ ആലസ്യം. പതുക്കെ ഒരു ചിരി ചിത്തിരയുടെ ചുണ്ടിലും വിടർന്നു. നാഗയക്ഷിയുടെ മോഹവലയത്തിൽ അകപ്പെട്ടു പോയിരുന്നു അവൾ. ചിത്തിരേ. അവൾ മൂളിക്കേട്ടു. പുറത്തേക്ക് വരൂ. നാഗയക്ഷിയുടെ സ്നേഹാർദ്രമായ വിളി കേൾക്കേണ്ട താമസം ചിത്തിര സാവധാനം എഴുന്നേറ്റു. മോഹവലയങ്ങൾ തീർത്ത ഉന്മാദാവസ്ഥയിൽ എത്തിച്ചേർന്ന ചിത്തിര പതുക്കെ ചെറ്റമറ നീക്കി വെളിയിൽ വന്നു. കാറ്റിൽ അവളുടെ പാവാട പാറിപ്പറന്നു. മുടിയിഴകൾ ഇടയ്ക്കിടെ മുഖത്തേക്ക് വീണുകൊണ്ടിരുന്നു. അവളത് മാടിയൊതുക്കാൻ ശ്രമിച്ചില്ല. ഇരു കരങ്ങളും ശരീരത്തോട് ചേർത്ത് തളർത്തിയിട്ടുകൊണ്ട് അവൾ നാഗയക്ഷിയുടെ മുഖത്ത് മിഴികൾ നട്ടു നിൽക്കുകയാണ്. ഇടയ്ക്കിടെ ചില മഴത്തുള്ളികൾ വീഴുന്നുണ്ട്. നാഗയക്ഷി അവളെ കോവന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. കോവന്റെ ചുണ്ടിണയിൽ പ്രാകൃതമായ ഒരു ചിരി വിടർന്നു. മതി, എന്നിവൾ മതി, കോവൻ മന്ത്രിച്ചു. അപ്പോഴും മോഹവലയത്തിനടിമയാണ് ചിത്തിര. കാറ്റിന് ശക്തി കൂടി. ഇടിവെട്ടി മഴ ആർത്തു പെയ്യാൻ തുടങ്ങി. കോവൻ അതിവേഗം മുമ്പേ നടന്നു. കോവന് പിന്നാലെ അനുസരണയുള്ള ഒരു നായ്ക്കുട്ടിയെ പോലെ ചിത്തിരയും. നാഗയക്ഷി സർപ്പവേഷം പൂണ്ട് ശ്മശാനത്തിലേക്ക് ഇഴഞ്ഞു. കോവൻ ശ്മശാനത്തിന്റെ വളപ്പിലേക്ക് കയറി. പിന്നാലെ ചിത്തിരയുമുണ്ട്. ശ്മശാനത്തിനുള്ളിലെ പടുവൃക്ഷങ്ങൾ കാറ്റത്ത് തിമിർത്തു. ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ തലയോട്ടി തിളങ്ങി. കോവൻ ചിത്തിരയും കൊണ്ട് പടിക്കെട്ടുകൾ ഇറങ്ങി അറയിലെത്തിച്ചേർന്നു. ഹോമകുണ്ഠം അപ്പോൾ അണഞ്ഞിരുന്നു. കോവൻ വേഗം ഹോമകുണ്ഠത്തിന് തീ പകർന്നു. ചണ്ടാലമൂർത്തിയുടെ ചിരി കോവന്റെ ചെവിയിൽ മുഴങ്ങി. തലയൊട്ടി ദണ്ട് തറയിൽ ഉറപ്പിച്ചുകൊണ്ട് കോവൻ ചില മന്ത്രങ്ങൾ ഉരുവിട്ടു. അറയിൽ നിശ്ചലം നിൽക്കുകയാണ് ചിത്തിര. കോവൻ ഒരു പിടി ഭസ്മമെടുത്ത് ചിത്തിരയുടെ ശരീരത്തേക്കെറിഞ്ഞു. ചിത്തിരയുടെ ശരീരമാകെ ചുവന്ന ഭസ്മം പടർന്നു. എന്നിട്ടും അവളുടെ പ്രജ്ഞ ഉണർന്നില്ല. കോവൻ ഹോമകുണ്ഠത്തിന് സമീപം ചുവന്ന പട്ട് വിരിച്ചു. നിന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റ്. കോവന്റെ സ്വരം ഒരശരീരി പോലെ ചിത്തിരയുടെ കർണങ്ങളിൽ വന്നലച്ചു. ഒരിക്കലും ധിക്കരിക്കാൻ പാടില്ലാത്ത കൽപ്പന പോലെ ദൃഢമായത്. ഹൃദയത്തിനുള്ളിൽ നിന്നുള്ള ആരുടെയോ നിർദ്ദേശം പോലെയാണ് ചിത്തിരയ്ക്ക് അത് അനുഭവപ്പെട്ടത്. അവൾ യാതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ചിത്തിര ബ്ലൗസിന്റെ കുടുക്കുകൾ വിടർത്തി. സുരതം, സുരതം. ചണ്ടാലമൂർത്തി വിറളി പിടിച്ച മട്ടിൽ ചിലച്ചത് കോവൻ കേട്ടു. കോവൻ എഴുന്നേറ്റ് ചിത്തിരയെ ചുവന്ന പട്ടിൽ കിടത്തി. വന്നാലും ചണ്ടാലമൂർത്തി, കോവൻ പറഞ്ഞു. തലയൊട്ടിയുടെ വായിൽ നിന്ന് അതിശക്തമായി ഒരു തീ പുറത്തേക്ക് തെറിച്ചു. ഹോമകുണ്ഠത്തിൽ പതിച്ച ആ തീ 1000 നാവുള്ള ഒരു വലിയ തീഗോളമായി ഉയർന്നു. തീഗോളം ചണ്ടാലമൂർത്തിയായി. നിനക്ക് ഞാൻ തരുന്ന 100ാമത്തെ കന്യകയാണിവൾ. 101ാമത്തെ കന്യകയ്ക്ക് ഇന്നേക്ക് 7ാം നാൾ നിനക്ക് ഞാൻ തന്നിരിക്കും. അപ്പോൾ നീ നിന്റെ വാക്ക് പാലിക്കണം. ചണ്ടാലമൂർത്തി മൂളി. നിന്നെ എനിക്ക് വിശ്വസിക്കാമോ?
കോവൻ ചോദിച്ചു. നീ വാക്ക് പാലിച്ചില്ലെങ്കിൽ പാലിക്കും. സമുദ്രം ഇരമ്പം പോലെ ഒരു സ്വരം ചണ്ഡാലമൂർത്തിയിൽ നിന്നുണ്ടായി. എങ്കിലിതാ നിനക്ക് ഞാൻ തരുന്ന കന്യക. എന്റെ ശരീരത്തിൽ ആവാഹിച്ച് അവളെ പ്രാപിച്ചാലും. കോവൻ തറയിൽ സാഷ്ടാംഗം വീണു. ചണ്ഡാലമൂർത്തി നിന്നിടം അതിവേഗം പുക കൊണ്ട് നിറഞ്ഞു. ചണ്ഡാലമൂർത്തി അതിനുള്ളിൽ അപ്രത്യക്ഷനായി. ആ പുകപടലം കോവന്റെ ശരീരത്തിലേക്ക് ഉൾവലിഞ്ഞു. നിലത്തുനിന്ന് നിവർന്നെണീറ്റ കോവൻ മറ്റൊരാളായി മാറിയിരുന്നു. ചണ്ഡാലമൂർത്തിയുടെ പുരുഷത്വം ഉൾക്കൊണ്ട പാതിസത്വം. അവൻ ചിത്തിരയ്ക്ക് സമീപം ചേർന്ന് കിടന്നു. കൊതിപെരുത്ത ചെന്നായെ പോലെ അവൻ അണച്ചു. രക്തപാനം. കോവന്റെ ശരീരത്തിലിരുന്ന് ചണ്ഡാലമൂർത്തി ചിത്തിരയുടെ രക്തത്തിന്റെ സ്വാദ് മനസ്സിലാക്കിയിരുന്നു. രക്തം വാർന്നു തീർന്ന ചിത്തിരയുടെ നഗ്ന ശരീരം കരവാളിച്ചു കിടന്നു. കോവൻ എഴുന്നേറ്റ് മാറി. അവൻ ചുണ്ടിലൂടെ ഒലിച്ചിറങ്ങിയ ചോര കൈകൾ കൊണ്ട് തുടച്ചു. ഹോമകുണ്ഠത്തിന് സമീപത്തേക്ക് കോവനെ തള്ളിമറിച്ചിട്ടുകൊണ്ട് ചണ്ഡാലമൂർത്തി അവനെ വിട്ടൊഴിഞ്ഞു. ഹോമകുണ്ഠം അണഞ്ഞു. വെളിയിൽ മഴ പതുക്കെ നിലയ്ക്കുകയാണ്. പ്രഭാതം. കിഴക്കിന്റെ ആകാശത്ത് വെള്ള കീറിയപ്പോൾ ചിത്തിരയുടെ അമ്മ അടിമ പതുക്കെ എഴുന്നേറ്റു. ചാത്തപ്പറയൻ വായി തുറന്നു പിടിച്ച് കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അടിമ മുടി വാരിക്കെട്ടി ചിത്തിര കിടക്കുന്ന ചായ്പിലേക്ക് നടന്നു. അവിടെ ചിത്തിരയെ കാണാതെ വന്നപ്പോൾ അവർ വെളിയിലിറങ്ങി. പറയ കോളനിയിലെ വെളിപ്പറമ്പിൽ ചിത്തിര വെളിക്ക് പോയിരിക്കുമെന്ന് അവർ കരുതി. പക്ഷേ നേരം നന്നേ പുലർന്നിട്ടും ചിത്തിര വന്നില്ല. അവർക്ക് ആധിയായി. അവർ ഉറക്കെ നിലവിളിച്ചു. ചിത്തിരേ, ചിത്തിരേ. വിളി കേൾക്കാൻ ചിത്തിര ഉണ്ടായിരുന്നില്ലല്ലോ. അതുപോലെ തേയിയും ഉറങ്ങിയിരുന്നില്ല. അവളുടെ ഉൾത്തടത്തിലും ഭയമായിരുന്നു. കരിംഭൂതത്തെ പോലെ എപ്പോൾ വേണമെങ്കിലും കോവൻ വന്നേക്കാം. പുറത്ത് കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ അവൾ വിറച്ചു. കിഴക്ക് വെള്ളി വീശിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ഒരു നെടുവേർപ്പോടെ അവൾ കാളീദേവിയെ നമസ്കരിച്ചു. അപ്പോഴാണ് ചാത്തപ്പറയന്റെ വീട്ടിലെ ബഹളം അവളുടെ കാതിൽ വന്നലച്ചത്. അവൾ വെളിയിലേക്ക് തലനീട്ടി. മുറ്റത്ത് മാധേവൻ നിൽപ്പുണ്ട്. എന്താ അപ്പാ? അവൾ ചോദിച്ചു. ചിത്തിരയെ കാണുന്നില്ല. അവൾ എവിടെ പോയി? മാധേവൻ അവൾക്ക് ഉത്തരം കൊടുത്തില്ല. അവളെ വെറുതെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന് വളരെ അർത്ഥങ്ങളുണ്ടായിരുന്നു. പകൽ മുഴുവൻ ചിത്തിരയെ തെരഞ്ഞു ചാത്തപ്പറയനും അടിമയും. ചാത്തപ്പറയൻ ഒരു ഭ്രാന്തനെ പോലെ തെക്കും വടക്കും ഓടി. സന്ധ്യയായപ്പോൾ കേളന്റെ മുമ്പിൽ ചെന്നുപെട്ടു ചാത്തൻ. കിള്ളിശ്ശേരിയിലെ എലിപിടുത്തം കഴിഞ്ഞ് വരികയാണ് കേളൻ. സീതമ്മയുടെ മരണത്തോടെ കേളൻ ആകെ ക്ഷീണിച്ചു പോയിരുന്നു. എല്ലും തോലുമായി അയാൾ. ചുട്ടു തിന്നാനുള്ള എലി കേളന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ചാത്തന്റെ വെപ്രാളം കണ്ട് കേളൻ ദൈന്യനായി. നീ ചിത്തിരയെ അന്വേഷിക്കേണ്ട, കേളൻ പറഞ്ഞു. ചാത്തൻ ഞെട്ടി. കേളൻ വേദന നിറഞ്ഞ ഒരു ചിരി പൊഴിച്ചുകൊണ്ട് തുടർന്നു. ഈ പറയ കോളനിയിൽ നിന്ന് എത്ര പെൺകുട്ടികളെ കാണാതെ പോയിരിക്കുന്നു. അവരാരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. അതുപോലെ നിന്റെ മോളും. കേള, നീ കരയണ്ട. ഇതൊക്കെ ചെയ്യുന്നത് ആരാണെന്ന് എനിക്കും നിനക്കും അറിയാം. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കോവൻ, അതെ, ആ നീചൻ തന്നെ. എന്റെ മോളെയും അവൻ. ചാത്തൻ തേങ്ങി. അവന്റെ ശല്യം തീരാൻ എന്താണ് വഴി? അവന്റെ മരണം. അവനെ കൊല്ലണമോ? അതിനാർക്കാ ധൈര്യം? ജീവനിൽ കൊതിയുള്ളവരല്ലേ നമ്മളൊക്കെ. അവനെ എതിർത്തവരൊക്കെ അവൻ കൊന്നിട്ടുണ്ട്. വേലുപ്പറയന്റെയും കാത്തുവിന്റെയും ഗതി ഇവിടെ ആരും മറന്നിട്ടില്ലല്ലോ. ചാത്തൻ തലകുനിച്ചു. പക്ഷേ ചിത്തിര വന്നില്ല. അന്ന് കല്ലുകൊത്തു പണി കഴിഞ്ഞു വന്ന തേയി അവിചാരിതമായി കോവന്റെ മുന്നിൽ ചെന്ന് പെട്ടു. അവൾ ഞെട്ടി വിറച്ചു പോയി. കോവന്റെ കൂർത്ത നയനങ്ങൾ അവളുടെ മുഖത്ത് തറച്ചു നിന്നു. അവൾ പരിസരമാകെ നോക്കി. അവിടെയെങ്ങും ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. വഴിയുടെ ഇരുവശവും തഴച്ചു വളർന്ന കുറ്റിച്ചെടികൾ. രക്ഷപ്പെടാൻ ഒരു പഴുതും തേയി കണ്ടില്ല. കാളിയപ്പനെ കണ്ടോണ്ട് നീ എന്നെ ധിക്കരിക്കാൻ ശ്രമിക്കരുത്. കോവൻ നിലത്തുനിന്ന് ഒരു പിടി മണ്ണ് കുനിഞ്ഞെടുത്തു. ഈ മണ്ണ് ഞാൻ ഊതിപ്പറത്തിയാൽ കാളിയപ്പൻ വസൂരി പിടിച്ച് ചാകും. വേണോ? വേണ്ട. തേയി കൈകൂപ്പി. കോവൻ മണ്ണ് നിലത്തേക്കിട്ടിട്ട് ഭാണ്ഡത്തിൽ നിന്ന് ഒരു ദർഭപ്പുല്ല് എടുത്ത് വില്ല് പോലെ വളച്ചു. അമ്മേ! തേയിയുടെ നടുവ് ദർഭപ്പുല്ല് പോലെ വളഞ്ഞു. അവൾക്ക് നേരെ നിൽക്കാനാവുന്നില്ല. അസഹ്യമായ വേദനയിൽ അവൾ പുളഞ്ഞു. കോവൻ ഉറക്കെ ചിരിച്ചു. ഈ ദർഭപ്പുല്ല് ഞാൻ ഒടിച്ചാൽ നീ നടുവൊടിഞ്ഞ് നിലത്ത് വീഴും. മനസ്സിലായല്ലോ? കോവൻ ദർഭപ്പുല്ല് നിവർത്തി.
അപ്പോഴാണ് തേയിക്ക് നേരെ നിൽക്കാനായത്. അവളുടെ ശരീരമാകെ വിയർത്തിരുന്നു. അവൾ വിറച്ചുകൊണ്ട് കോവന്റെ മുഖത്തേക്ക് ഭയത്താൽ നോക്കി. ഇന്നേക്ക് 4-ാം നാൾ കറുത്തവാവാണ്. കറുത്തവാവിന്റെ 3-ാം യാമത്തിൽ നീ ശ്മശാനത്തിൽ വന്നിരിക്കണം ഒറ്റയ്ക്ക്. ഇല്ലെങ്കിൽ നിന്റെ കാളിയപ്പൻ നടുവൊടിഞ്ഞ് വീണ് പിടയ്ക്കും. കോവൻ തിരിഞ്ഞു നടന്നു. ഏറെ നേരം അവിടെ അസ്ത്രപ്രജ്ഞയായി നിന്നുപോയി തേയി. പിന്നെ ഒരു കരച്ചിലോടെ വീട്ടിലേക്ക് ഓടി. മകളുടെ കരഞ്ഞുകൊണ്ടുള്ള വരവ് മാധേവൻ കണ്ടു. എന്തു പറ്റി? ആ കോവൻ, അവൻ നിന്നെ ഉപദ്രവിച്ചോ? ഇല്ല, പക്ഷേ. കോവൻ പറഞ്ഞതൊക്കെ തേയി അപ്പനെ അറിയിച്ചു. മാധേവൻ തലയിൽ കൈവച്ച് തറയിൽ ഇരുന്നു പോയി. തേയിക്കുണ്ടാകേണ്ട അനുഭവം ചിത്തിരയ്ക്കുണ്ടായി. എങ്കിലും തന്റെ മകൾ രക്ഷപ്പെട്ടല്ലോ എന്ന് മാധേവൻ ആശ്വസിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ആ രാത്രി കടന്നുപോയി. പിറ്റേന്ന് കാളിയപ്പനെ കണ്ടു. തേയി അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. കാളിയപ്പൻ ഭയത്തോടെ ചിലമ്പി. ഇനി എന്തു ചെയ്യും? എനിക്കറിയില്ല. കോവന്റെ ക്രൂരമായ ചെയ്തികളെപ്പറ്റി കാളിയപ്പന് ഏറെ നിശ്ചയമുണ്ട്. ജലപിശാചിനെ കൊണ്ട് തന്നെ കൊല്ലിക്കാൻ കോവൻ ശ്രമിച്ചത് അവൻ ഓർത്തു. നാളെ കഴിഞ്ഞാൽ കറുത്തവാവാണ്. തേയി ശ്മശാനത്തിൽ ചെന്നില്ലെങ്കിൽ കോവൻ പറഞ്ഞതനുസരിച്ച് താൻ ഒടിയൻ വിദ്യയിൽ കൊല്ലപ്പെടും. അതോർത്തപ്പോൾ കാളിയപ്പന് ഏറെ ഭയമായി. എന്നാൽ തേയി ശ്മശാനത്തിൽ പോയാലോ? അതിനെപ്പറ്റി ചിന്തിക്കാൻ കാളിയപ്പന് ശേഷിയില്ല. തേയിയുടെ അന്ത്യം കുറിക്കുന്നതിന് തുല്യമായിരിക്കും അത്. കാളിയപ്പൻ ധർമ്മസങ്കടത്തിലായി. ഏറെ നേരം അവർ ഒന്നിച്ച് മൗനിച്ചിരുന്നു. പരസ്പരം ഒരക്ഷരം പോലും സംസാരിക്കാതെ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട്. ഒടുവിൽ കണ്ണീരോടെ അവർ പിരിഞ്ഞു. ആ ദിവസം എത്തിച്ചേർന്നു. കർത്തവാവ് ദിവസം. മാധേവൻ വിയർത്തൊലിച്ച് മുറ്റത്ത് ഉലാത്തി. തേയി അകത്തുണ്ട്. ഇടയ്ക്കിടെ അവളുടെ വിങ്ങൽ മാധേവന് കേൾക്കാം. പറയ കോളനിയുടെ പടിഞ്ഞാറേ ചെരുവിൽ സൂര്യൻ ചായുന്നത് ഉൾക്കിടിലത്തോടെ മാധേവൻ കണ്ടു. കർത്തവാവിന്റെ ഇരുട്ട് പറയ കോളനിയിൽ ബാധിച്ചു തുടങ്ങി. ചെറിയ കാറ്റ് മെല്ലെ വീശുന്നുണ്ട്. ഈ സമയം തന്റെ അറയിൽ കടുത്ത ചില മന്ത്രജപങ്ങളിലായിരുന്നു കോവൻ. ഹോമകുണ്ഠത്തിന് സമീപം ഒരു വെള്ളിത്തളിക. തളികയിൽ കഴുത്ത് ഞെരിച്ചു കൊന്ന നിലയിൽ ഒരു കണ്ടൻ പൂച്ച. ചത്ത പൂച്ചയുടെ കണ്ണുകൾ ഭീകരമാം വിധം തുറച്ചിരുന്നു. കോവൻ ഒരു കത്തിയെടുത്ത് ചൂണ്ടുവിരൽ മുറിച്ചു. മുറിവിൽ നിന്ന് ധാരധാരയായി ചോര ഒഴുകിയിറങ്ങി. ചോരത്തുള്ളികൾ ഹോമകുണ്ഠത്തിലേക്ക് ഇറ്റിച്ചു വീഴ്ത്തിക്കൊണ്ട് കോവൻ മിഴികളടച്ച് മന്ത്രങ്ങൾ ഉരുവിട്ടു. ചണ്ടാലമൂർത്തി. കോവൻ വിളിച്ചതും ദണ്ടിന്റെ അഗ്രത്തിലിരുന്ന് തലയോട്ടി ഒന്ന് വട്ടം കറങ്ങി. പല്ലുകൾ പരസ്പരം ഉരുമി ഒരു വികൃതസ്വരം പുറപ്പെടുവിച്ചു. വന്നാലും ചണ്ടാലമൂർത്തി. തലയോട്ടിയുടെ കണ്ണിൽ നിന്ന് ഒരു തീഗോളം അറയുടെ ഭിത്തിയിലിടിച്ച് ചിതറി. 1000 തീനാമ്പുകളായി ചിതറിയ തീഗോളം അതിവേഗത്തിൽ ഒരു സത്വത്തിന്റെ രൂപം പകർന്നു. പുകയുന്ന ശരീരവുമായി ചണ്ടാലമൂർത്തി അറയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് കറുത്തവാവാണ്. തിരമാലകൾ അലയ്ക്കും പോലെ ചണ്ടാലമൂർത്തി ശബ്ദിച്ചു. നിനക്ക് ഞാൻ 101ാമത്തെ കന്യകയെ തരുന്ന ദിവസം. കഴിഞ്ഞ 12 സംവത്സരങ്ങൾ കൊണ്ട് നിനക്ക് ഞാൻ 100 കന്യകമാരെ തന്നു കഴിഞ്ഞു. അന്ന് നീ എനിക്ക് തന്ന വാക്ക് മറക്കരുത്. ഓർമ്മയുണ്ടല്ലോ? രാത്രിയുടെ 3-ാം യാമത്തിൽ നിനക്കുള്ള 101ാമത്തെ കന്യക ഇവിടെ വരും. നീയത് സ്വീകരിച്ച് വാക്ക് പാലിക്കണം. പൊയ്ക്കോ. ഹോമകുണ്ഠത്തിൽ തീക്കാറ്റ് വീശിക്കൊണ്ട് ചണ്ടാലമൂർത്തി അപ്രത്യക്ഷയായി. രാത്രിയുടെ 1-ാം യാമം അവസാനിച്ചു. ഏതു നിമിഷവും സംഹാര രുദ്രനെ പോലെ കോവൻ കടന്നു വരാം. അല്ലെങ്കിൽ അവൻ ഉപാസിക്കുന്ന ഏതെങ്കിലും ദുർമൂർത്തികൾ. മാധേവൻ നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. രാത്രി അതിന്റെ 2-ാം യാമത്തിലേക്ക് കടക്കുകയാണ്. തേയി ചെറ്റമറ ചാരി പ്രതിമ പോലെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു നേർത്ത വിളി അവൾ കേട്ടത്. തേയി. ആരാ? തേയി ഞെട്ടിച്ചോദിച്ചു. ഞാനാ, കാളിയപ്പൻ. തേയി അമ്പരപ്പോടെ പിന്നിലേക്കുള്ള ഓലമറ ഉയർത്തി. കറുത്തവാവിന്റെ ഇരുളുമേയിൽ കാളിയപ്പൻ നിൽക്കുന്നത് അവൾ കണ്ടു. നീ പുറത്തു വാ, കാളിയപ്പൻ പറഞ്ഞു. തേയി പതുക്കെ എഴുന്നേറ്റ് വീടിന്റെ പിന്നിലേക്കിറങ്ങി. കാളിയപ്പൻ തേയിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. നമുക്ക് പോകാം, വേഗം, കാളിയപ്പൻ പറഞ്ഞു. എവിടേക്ക്? അതൊക്കെ പറയാം, നീ വാ. തേയിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാളിയപ്പൻ അതിവേഗം നടന്നു. വഴിയരികിൽ കാളിയപ്പൻ സൈക്കിൾ വെച്ചിട്ടുണ്ടായിരുന്നു. തേയിയെ സൈക്കിളിന് പിന്നിൽ കയറ്റി കാളിയപ്പൻ അതിവേഗം ചവിട്ടി.
നമ്മൾ എവിടേക്കാ കാളിയപ്പ? ദൂരേക്ക്. കരി പോലെ കറുത്ത പറയ കോളനിയിലെ വഴിയിലൂടെ അതിവേഗം സൈക്കിൾ പായുകയാണ്. കാളിയപ്പൻ വെട്ടി വിയർത്തു. പറയ കോളനി താണ്ടി സൈക്കിൾ മംഗലം കാട്ടിലേക്ക് കയറി. കാടിന്റെ ഊടുവഴികളിലൂടെ സൈക്കിൾ കുതിച്ചു. പ്രകൃതിയാകെ കറുത്ത കരിമ്പടത്തിലാണ്. കണ്ണിലേക്ക് തുളച്ചു കയറുന്ന ഇരുട്ട്. വഴി തീരെ കാണാൻ വയ്യ. കാളിയപ്പന്റെ അണയലിന്റെ സ്വരം തേയിക്ക് വ്യക്തമായി കേൾക്കാം. ഒരു പാറയിലിടിച്ച് സൈക്കിൾ മറിഞ്ഞു. കാളിയപ്പനും തേയിയും സൈക്കിളിൽ നിന്ന് തെറിച്ചു. അമ്മേ! തേയിയുടെ കൈമുട്ട് മുറിഞ്ഞു. കാളിയപ്പൻ പിടഞ്ഞെഴുന്നേറ്റ് തേയിയെ എഴുന്നേൽപ്പിച്ചു. പോകാം, വേഗം. അപ്പോൾ രാത്രി 3-ാം യാമത്തിലേക്ക് കടക്കുകയായിരുന്നു. തന്റെ അറയിൽ ശരീരമാകെ ഭസ്മം പൂശി വെള്ളിത്താലത്തിൽ പൂച്ചയുടെ ശരീരത്തിലേക്ക് ശവന്നാറിപ്പൂക്കൾ വർഷിച്ചുകൊണ്ട് ചണ്ടാല മന്ത്രം 1001 വട്ടം ഉരുവിട്ടു കോവൻ. നെയ് പുരണ്ട വലുത് കൈത്തലം തലയോട്ടിയുടെ മുകളിൽ വെച്ചുകൊണ്ട് കോവൻ ശ്വാസം അകത്തേക്ക് വലിച്ചു കയറ്റി. അപ്പോൾ തലയോട്ടി വല്ലാതെയൊന്ന് കിടുങ്ങി. മുറിയിൽ ചുവന്ന വെളിച്ചം ആളിപ്പടർന്നു. രാത്രിയുടെ 3-ാം യാമം കഴിഞ്ഞിരിക്കുന്നു. തേയി എത്തേണ്ട സമയം ആയിരിക്കുന്നു. തന്റെ ആരാധനാമൂർത്തിക്ക് 101-ാമത്തെ കന്യകയെ സമർപ്പിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. എവിടെ അവൾ? കോവൻ കലിയോടെ തന്റെ ഉപാസനാമൂർത്തികളിൽ ഒരാളെ വിളിച്ചു. വാർത്താളി! അറയെ നടുക്കും വിധം ഇടിവെട്ടി. ചോരയൊലിക്കുന്ന നാവുമായി വാർത്താളി പ്രത്യക്ഷയായി. അവൾ വന്നില്ല. വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കോവൻ വാർത്താളിയുടെ മുഖത്തേക്ക് നോക്കി. വാർത്താളി ചോരച്ച കണ്ണുകൾ ചിമ്മി. പോയി അവളെ കൊണ്ടുവാ. വാർത്താളി അറയിൽ നിന്ന് മറഞ്ഞു. കരിമ്പനകൾക്ക് മുകളിലൂടെ അവൾ പറന്ന് മാധവന്റെ വീടിന് പിന്നിലെ വരിക്കപ്ലാവിൽ വന്നിരുന്നു. തന്റെ 3-ാം കണ്ണിലൂടെ വാർത്താളി കുടിയുടെ ഉൾവശം കണ്ടു. അവിടെ തേയി ഇല്ല. ഒരു പാട്ട വിളക്ക് മാത്രം എരിയുന്നു. വാർത്താളി അറയിലേക്ക് തിരിച്ചു ചെന്നു. മന്ത്രാക്ഷരങ്ങൾ ഉരുവിട്ടുകൊണ്ട് മിഴികൾ അടച്ചിരിക്കുകയായിരുന്ന കോവൻ വാർത്താളിയുടെ സാമീപ്യം അറിഞ്ഞു. അവൻ മിഴികൾ തുറന്നു. വാർത്താളിക്കൊപ്പം തേയി ഇല്ല. തേയി എവിടെ? അവൾ കുടിയിലില്ല. വാർത്താളി സർപ്പം ചുറ്റും പോലെ ശബ്ദിച്ചു. കോവന്റെ കണ്ണിൽ തീയെരിഞ്ഞു. അവൾ പിന്നെ എവിടെ? വാർത്താളി നിശബ്ദയായി കണ്ണ് ചിമ്മി. കോവൻ കോപം പൂണ്ട് വിറച്ചു. അവന്റെ ശരീരമാകെ വിയർപ്പിൽ നനഞ്ഞിരുന്നു. കോവൻ ഒരു ചൂരലെടുത്ത് സ്വന്തം തുടയിൽ ആഞ്ഞാഞ്ഞ് തല്ലി. ചുവന്ന വരകൾ വീണ് തുടയിൽ ചോര പൊടിച്ചു. തന്റെ ഉപാസകനെ ഭയത്തോടെ നോക്കി നിൽക്കുകയാണ് വാർത്താളി. ദണ്ടിൽ നിന്ന് തലയോട്ടി ഉയർന്ന് അറയുടെ മുകൾ വരെ പോയി. പിന്നെ പഴയതുപോലെ ദണ്ടിൽ വന്ന് തറച്ചു. തലയോട്ടിയുടെ കണ്ണുകളിൽ ചുവപ്പ് നിറം പടർന്നു. കോപിക്കേണ്ട ചണ്ടാലമൂർത്തി, നിന്റെ സുരതക്രിയയ്ക്ക് ഇന്ന് ഞാനൊരു കന്യകയെ തന്നിരിക്കും. തേയി എന്ന കന്യകയെ തന്നെ. അതിന് സാധിച്ചില്ലെങ്കിൽ നിനക്കെന്നെ ശിക്ഷിക്കാം. തലയോട്ടി ചുവപ്പ് നിറമാർന്ന് വട്ടം കറങ്ങി. നമ്മളിപ്പോൾ എവിടെയാ? തേയി ചോദിച്ചു. ആവോ, നമ്മളെ ഇനി കോവന് കണ്ടുപിടിക്കാനാവില്ലേ? അറിയില്ല. അവൻ തിരഞ്ഞു വന്നാലോ? നമ്മൾ ഒരുപാട് ദൂരെയാണ്, ഒരുപാട് ദൂരെ. ഇവിടെ എത്തിച്ചേരാൻ കോവന് കഴിഞ്ഞെന്ന് വരില്ല. അവന്റെ ഒടിവിദ്യയോ? അത് സാരമില്ല. കാളിയപ്പൻ ചിരിച്ചു. അവൻ ഒടിവിദ്യ ചെയ്തോട്ടെ, എങ്കിൽ ഞാനല്ലേ ചത്തുപോകൂ. എന്റെ തേയി രക്ഷപ്പെടുമല്ലോ. കാളിയപ്പ! തേയി കരഞ്ഞുപോയി. അവൾ കാളിയപ്പന്റെ മാറിലേക്ക് വീണു. ഒരു ചെറുകാറ്റ് പോലും അപ്പോൾ വീശുന്നുണ്ടായിരുന്നില്ല. കാട് കരി പോലെ കറുത്തു കിടന്നു. അപ്പോഴാണ് തെല്ലകലിൽ നിന്ന് ഒരു റാന്തലിന്റെ വെളിച്ചം അടുത്തു വരുന്നത് അവർ കണ്ടത്. ഇരുവരും ഭയന്നുപോയി. അത് കോവനോ കോവന്റെ ദുർമൂർത്തികളോ ആരെങ്കിലോ ആയിരിക്കുമോ? അവർ ഇരിക്കുന്ന ഭാഗത്തേക്കാണ് റാന്തൽ വെളിച്ചം കടന്നു വരുന്നത്. കാളിയപ്പ! തേയി ഭയത്തോടെ വിളിച്ചു. കാളിയപ്പൻ അവളെ ശരീരത്തോട് വരിഞ്ഞു ചേർത്തു. തലയ്ക്ക് മുകളിൽ ഒരു പ്രാകൃത സ്വരം കേട്ട് അവർ ഞെട്ടി. അവരുടെ തൊട്ടുമുകളിൽ വട്ടമിട്ട് പറക്കുകയാണ് ഒരു പരുന്ത്. അതിന്റെ ചോരച്ച കണ്ണുകൾ തിളങ്ങി. അവരെ ഒരു വട്ടം കൂടി വട്ടം ചുറ്റിയിട്ട് പരുന്ത് റാന്തൽ വരുന്ന ഭാഗത്തേക്ക് പറന്നുപോയി. റാന്തൽ വളരെ അടുത്ത് വന്നു. കരിയിലകൾ ഞെരിയുന്ന സ്വരം. വീർപ്പടക്കി ഇരിക്കുകയാണ് കാളിയപ്പനും തേയിയും. സ്വന്തം ശ്വാസം പോലും പുറത്തേക്ക് വിടാൻ ഭയപ്പെട്ടുകൊണ്ട് ആലിലെ പോലെ വിറയ്ക്കുന്നുമുണ്ട്. റാന്തൽ അവരുടെ സമീപമെത്തിച്ചേർന്നു. റാന്തലിന്റെ വെളിച്ചം അവരുടെ മുഖത്തടിച്ചു. റാന്തലിന്റെ വെളിച്ചത്തിൽ അവർ കണ്ടു
2 പാദങ്ങൾ. റാന്തൽ അല്പം ഉയർന്നു. അവർ ഞെട്ടിപ്പോയി. കറുത്ത് കരുവാളിച്ച ഒരു മുഖം, പറ്റെ വെട്ടിയ മുടി, കാതിൽ കടുക്കനുകൾ, ചുമലിൽ ഒരു ഭാണ്ഡം, വലത്തെ ചുമലിൽ പരുന്ത്. അയാൾ ചിരിച്ചു. ഒരുപാട് ഓടി അല്ലേ? ഏ? കാളിയപ്പൻ ഒരു സ്വരം പുറപ്പെടുവിച്ചു. നിങ്ങളുടെ ഓട്ടം ഞാനെൻ്റെ വെറ്റിലയിൽ കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ വിശ്രമിക്കാനിരുന്ന ഈ സ്ഥലവും. നിങ്ങൾ ആരാ? കാളിയപ്പൻ ചോദിച്ചു. പരിഭ്രമിക്കേണ്ട, അല്പം വെള്ളം കുടിച്ചോളൂ. അയാൾ ഭാണ്ഡത്തിൽ നിന്ന് ഒരു കൂജയെടുത്ത് ഇരുവർക്കും വെള്ളം പകർന്നു കൊടുത്തു. തെല്ല് ശങ്ക തോന്നിയെങ്കിലും നല്ല ദാഹമുണ്ടായിരുന്നതുകൊണ്ട് ഇരുവരും വെള്ളം കുടിച്ചു. അവരുടെ ദാഹമകന്നപ്പോൾ അയാൾ വിളിച്ചു, വരൂ. അവർ ശങ്കിച്ചു നിന്നു. പേടിക്കണ്ട, വന്നോളൂ. എങ്ങോട്ട്? വന്നോളൂ. പിന്നെ അവർ മടിച്ചു നിന്നില്ല. അയാൾ ശത്രുവായാലും മിത്രമായാലും അനുഗമിക്കുക തന്നെ. അയാൾ മുമ്പേ നടന്നു. കാളിയപ്പനും തേയിയും പിന്നാലെ. അയാളുടെ ചുമലിൽ അപ്പോഴും പരുന്ത് ഇരിപ്പുണ്ടായിരുന്നു. അയാൾ അവരെ കൊണ്ടുപോയത് ഒരു ഗുഹയിലേക്കാണ്. ഗുഹയിൽ ഒരു പന്തം കൊളുത്തി വെച്ചിട്ടുണ്ട്. പന്തത്തിന്റെ പ്രകാശത്തിൽ അവർ കണ്ടു ഒരു കാളി വിഗ്രഹം. വിഗ്രഹത്തിന് ചുറ്റും അർച്ചനപ്പൂക്കൾ, പൂജാദ്രവ്യങ്ങളുടെ ഗന്ധം. ഒരു ഹോമം കഴിഞ്ഞ മട്ടുണ്ട് ഗുഹയിൽ. അയാൾ ഭാണ്ഡം ഇറക്കി വെച്ചു. പരുന്ത് പറന്ന് കാളി വിഗ്രഹത്തിന്റെ ചുമലിൽ പോയിരുന്നു. ഇരിക്കൂ. തറയിൽ വിരിച്ച പുലിത്തോൽ ചൂണ്ടി അയാൾ പറഞ്ഞു. കാളിയപ്പനും തേയും ഇരുന്നു. റാന്തൽ അവർക്ക് മുമ്പിൽ വെച്ചു. തന്റെ കുറ്റിത്തലമുടിയിൽ ഒന്ന് വിരലോടിച്ച് അയാൾ ചോദിച്ചു, ഇതെത്രാമത്തെ യാമമാണെന്ന് നിശ്ചയമുണ്ടോ? ഇല്ല, കാളിയപ്പൻ പറഞ്ഞു. രാത്രിയുടെ 5-ാം യാമം. കാളിയപ്പനും തേയും പരസ്പരം നോക്കി. 3-ാം യാമം മുതൽ തേയെ അന്വേഷിച്ച് നടക്കുകയാണ് കോവന്റെ ദുർമൂർത്തികൾ. പുലരും മുമ്പേ അവന് തേയെ കിട്ടിയിരിക്കണം. ഞങ്ങളുടെ പേര് എങ്ങനെ തിരിച്ചറിഞ്ഞു? കാളിയപ്പൻ അമ്പരപ്പോടെ ചോദിച്ചു. അയാൾ പതുക്കെ ചിരിച്ചു. എന്നിട്ട് ഒരു വെറ്റില മുമ്പിൽ വെച്ചു. ഈ വെറ്റിലയിലെ മഷിനോട്ടത്തിലൂടെ ഞാനെല്ലാം കാണുന്നു. കഴിഞ്ഞ 12 സംവത്സരങ്ങളായി കോവന്റെ ഓരോ ചലനങ്ങളും ഞാൻ ഈ വെറ്റിലയിലൂടെ അറിയുന്നുണ്ട്. നിങ്ങൾ ആരാ? തമ്പാൻ. അയാൾ ചിരിച്ചുകൊണ്ട് തുടർന്നു. 12 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കബളിപ്പിച്ച് കടന്നവനാണ് കോവൻ. അവന് മന്ത്രാക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഗുരുവാണ് ഞാൻ. കാളിയപ്പൻ അമ്പരന്നു. തമ്പാൻ തുടർന്നു. കാട്ടുമൃഗങ്ങളുടെ ആക്രമണമേറ്റ് മൃതപ്രായനായി കിടന്ന അവനെ ഞാൻ ഈ ഗുഹയിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു. എൻ്റെ മകനെ പോലെ പരിപാലിച്ചു. അവന് ഞാൻ മന്ത്രങ്ങൾ പഠിപ്പിച്ചു. പക്ഷേ ഒടുക്കം അവൻ എന്നെ ചതിച്ചു. തമ്പാന്റെ മുഖ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. പരുന്ത് ഉറക്കെ ഒരു സ്വരമുണ്ടാക്കി. തമ്പാൻ സ്വരം താഴ്ത്തി തുടർന്നു. ഞാൻ അടക്കി നിർത്തിയിരുന്ന അപകടകാരിയായ ദുർമൂർത്തിയാണ് ചണ്ടാലമൂർത്തി. ഒരു തലയോട്ടിക്കുള്ളിൽ ചണ്ടാലമൂർത്തിയെ ഞാൻ അടക്കി വെച്ചിരുന്നു. സുരതവും ചോരയും മാത്രം കൊതിക്കുന്ന ദുർമൂർത്തി. പക്ഷേ അവനെ പ്രീതിപ്പെടുത്തുന്നവർക്ക് എന്തു സഹായവും അവൻ ചെയ്തു കൊടുക്കും. കോവൻ അങ്ങയെ എങ്ങനെയാണ് ചതിച്ചത്? കാളിയപ്പൻ ചോദിച്ചു. പറയാം. പരകായ പ്രവേശം. അതെന്താ? കോവന് അവന്റെ ജീവൻ മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള കഴിവ്. മനുഷ്യ ശരീരത്തിലോ മൃഗശരീരത്തിലോ അവന് അവന്റെ ജീവൻ പ്രവേശിപ്പിക്കാം. അങ്ങനെ ലോകാവസാനം വരെ അവന് സ്വന്തം ജീവൻ നിലനിർത്താൻ കഴിയും, ഒരിക്കലും മരണമില്ലാതെ. അപ്പോൾ കോവൻ ചിരഞ്ജീവിയാകും. പക്ഷേ അതിന് അവനൊരു കന്യകയെ ചണ്ടാലമൂർത്തിക്ക് കൊടുക്കണം. തേയും കാളിയപ്പനും പരസ്പരം മിഴിച്ചു നോക്കി. തമ്പാൻ തുടർന്നു. കന്യകയല്ലാത്ത ഒരുവളെ ചണ്ടാലമൂർത്തി സ്വീകരിക്കില്ല. അതുകൊണ്ട് തേയിയുടെ കന്യകാത്വം നശിക്കണം. തമ്പാൻ എഴുന്നേറ്റു. ഈ ഗുഹയിൽ വെച്ച് കാളിയപ്പൻ തേയെ പ്രാപിക്കണം. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അതേയുള്ളൂ വഴി. യാമങ്ങൾ കടന്നു പോവുകയാണ്. ചിന്തിച്ചു കളയാൻ സമയമില്ല. ഇരുവരെയും മാറി മാറി ഒന്ന് നോക്കിയിട്ട് തമ്പാൻ ഗുഹയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പരുന്ത് പറന്നു ചെന്ന് തമ്പാന്റെ ചുമലിലിരുന്നു. ഗുഹയിൽ ഇപ്പോൾ കാളിയപ്പനും തേയിയും മാത്രം. തേയി, കാളിയപ്പൻ ദീനനായി വിളിച്ചു. അദ്ദേഹത്തെ അനുസരിക്കാം, തേയി വിതുമ്പലോടെ പറഞ്ഞു. കാളിയപ്പൻ പതുക്കെ തേയിയെ ചേർത്ത് നിർത്തി. ഒരു അമൂർത്ത നിമിഷത്തിൽ അവരിരുവരും ഒന്നായി ഇഴുകിച്ചേർന്നു. പതുക്കെ കാളിയപ്പൻ എഴുന്നേറ്റു.
പരുന്ത് അകത്തേക്ക് പറന്നു വന്ന് കാളി വിഗ്രഹത്തിൽ ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് തേയി എഴുന്നേറ്റതും വസ്ത്രം ധരിച്ചതും. ഗുഹയിലേക്ക് തമ്പാൻ കയറി. ഇനി തേയിക്ക് പുറപ്പെടാം, തമ്പാൻ പറഞ്ഞു. ഞാൻ? കാളിയപ്പൻ ചോദിച്ചു. കാളിയപ്പൻ ഈ ഗുഹ വിട്ട് പുറത്തു പോകാൻ പാടില്ല. തേയി തനിച്ചു പോകണം. അവൾക്ക് വഴിയറിയില്ല. വഴികൾ എന്റെ മുത്തു കാണിക്കും. പരുന്ത് ഒരു സ്വരം പുറപ്പെടുവിച്ചു. മുത്തു കാണിക്കുന്ന വഴിയിലൂടെ തേയി പോകണം. പേടിക്കണ്ട, എത്രയും വേഗത്തിൽ പോകാമോ അത്രയും വേഗത്തിൽ പോകണം. നിനക്ക് പിന്നാലെ ഒരകലം പാലിച്ച് ഞാൻ ഉണ്ടാവും. തമ്പാൻ കാളിയപ്പന്റെ നേരെ തിരിഞ്ഞു. കിഴക്ക് വെള്ളി വീശുമ്പോൾ നിനക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാം. എന്നെ കാത്തു നിൽക്കണ്ട. അതിനു മുമ്പ് ഈ ഗുഹയിൽ നിന്ന് ഒരടി പോലും പുറത്തേക്ക് വയ്ക്കരുത്. കാളിയപ്പൻ മൂളി. മുത്തേ, തമ്പാൻ വിളിച്ചതും പരുന്ത് ഗുഹയ്ക്ക് വെളിയിലേക്ക് പറന്നു. തേയിക്ക് പോകാം, തമ്പാൻ നിർദ്ദേശിച്ചതും തേയി കാളിയപ്പനെ ദയനീയമായി നോക്കി. അവൻ ധൈര്യം കൊടുക്കും വിധം മുഖം ചലിപ്പിച്ചു. പിന്നെ തേയി മടിച്ചു നിന്നില്ല. അവൾ ഗുഹയ്ക്ക് വെളിയിലേക്ക് കാൽപാദങ്ങൾ നീട്ടി വെച്ചു. അവളുടെ ഹൃദയത്തിൽ ഭയം ചുരമാന്തുന്നുണ്ട്. കൈകാലുകളിൽ വിറയൽ പടരുന്നുണ്ട്. തളർച്ചയുണ്ട്. എങ്കിലും അവൾ മുമ്പോട്ട് നടക്കുകയാണ്. എത്ര നേരം അങ്ങനെ നടന്നെന്ന് അവൾക്കറിയില്ല. അവളാകെ വിയർത്ത് കുളിച്ചു പോയിരുന്നു. കാലുകൾ എവിടെയൊക്കെയോ തട്ടി ചെറുതായി മുറിഞ്ഞിട്ടുണ്ട്. അതിന്റെ നീറ്റലും വേദനയും. നടന്ന് നടന്ന് അവൾ ശ്മശാനത്തിനരികിലെത്തി. ശ്മശാന വാതിൽക്കലെത്തിയ തേയിയെ ഞെട്ടിച്ചുകൊണ്ട് വാർത്താളിയുടെ പൊട്ടിച്ചിരി ഉയർന്നു. അവൾ വന്നു. കോവൻ അറയിലിരുന്ന് അണപ്പല്ല് ഞെരിച്ചു. തലയോട്ടിയിൽ നിന്ന് ഒരു ചുവന്ന വെളിച്ചം ചീറ്റി. വാർത്താളി! കോവൻ അലറി. പൊടുന്നനെ തേയിയെ ചുമലിലേറ്റിക്കൊണ്ട് വാർത്താളി അറയിൽ പ്രത്യക്ഷയായി. ചണ്ടാലമൂർത്തിയുടെ ചിലമ്പൽ മുറിയിൽ ഉയർന്നു. കോവന്റെ ശ്വാസഗതി വർദ്ധിച്ചു. ചണ്ടാലമൂർത്തി! കോവന്റെ വിളിയൊച്ച അറയിൽ മുഴങ്ങി. ഘോരഗർജനത്തോടെ ചണ്ടാലമൂർത്തി അറയിൽ അവതരിച്ചു. ആ സത്വത്തിന്റെ ഭീകരങ്ങളായ കണ്ണുകൾ തേയിയുടെ ശരീരത്തിലേക്ക് നീണ്ടു. കാമാർത്തിയുടെ വിറപൂണ്ട സ്വരം ചണ്ടാലമൂർത്തി പുറപ്പെടുവിച്ചു. കോവൻ എഴുന്നേറ്റ് മൂർത്തിയെ വണങ്ങി. വന്ദനം മൂർത്തി. ഇതാ നിനക്ക് ഞാൻ തരുന്ന 101ാമത്തെ കന്യക. ഇവളെ സ്വീകരിച്ച് എന്നെ അനുഗ്രഹിച്ചാലും ഇവളെ പ്രാപിച്ചതിന് ശേഷം എനിക്ക് നീ പരകായ പ്രവേശ മന്ത്രം ചൊല്ലിത്തരിക. എന്നിട്ട് ഞാൻ ഈ കണ്ടൻ പൂച്ചയുടെ ശരീരത്തിൽ പ്രവേശിക്കും. തളികയിൽ ചോര ഒലിപ്പിച്ചു കിടപ്പുണ്ട് കണ്ടൻ പൂച്ചയുടെ ശരീരം. ചണ്ടാലമൂർത്തി അനുകൂല ഭാവത്തിൽ ഇമകൾ വെട്ടിച്ചു. ഈ സമയം ശ്മശാനത്തിന് വെളിയിൽ എത്തിയിരുന്നു തമ്പാൻ. പരുന്ത് തമ്പാന്റെ ചുമലിൽ ഇരിപ്പുണ്ട്. തമ്പാൻ അതിവേഗം ഭാണ്ഡത്തിന്റെ കെട്ടഴിച്ചു. ശ്മശാനത്തിന് വെളിയിലെ തേക്ക് മരച്ചുവട്ടിൽ പുലിത്തോൽ വിരിച്ചു. പുലിത്തോലിനുമേൽ ചമ്രം പടിഞ്ഞിരുന്ന് തമ്പാൻ മഞ്ഞപ്പട്ട് നിവർത്തി. മഞ്ഞപ്പട്ടിനുമേൽ പൂജാദ്രവ്യങ്ങൾ നിരന്നു. കർപ്പൂരഗന്ധം അവിടമാകെ പരന്നു. ചന്ദനമുട്ടികൾ കൊണ്ട് തീർത്ത ഹോമകുണ്ഠത്തിൽ തീയാളി. കാളിദേവി വെറ്റിലയിൽ കണ്ടു കോവന്റെ അറയുടെ ഉൾവശം. തേയിയുടെ ശരീരത്തിലേക്ക് തന്റെ പ്രാകൃതഗാത്രം അമർത്തിക്കൊണ്ട് കോവൻ സുരതത്തിന് തയ്യാറാകവേ ശ്മശാനത്തിന്റെ വടക്കേ അതിരിൽ പടർന്ന് പന്തലിച്ചു നിന്ന സപ്പോട്ട മരത്തിന്റെ ശിഖരം ഒടിഞ്ഞ് വീണു. ശിഖരത്തിൽ നിന്ന് പറന്നു പൊങ്ങിയ അതിഭീമമായ ഒരു ക്രൗഞ്ച പക്ഷി പേ പിടിച്ച് നിലവിളിച്ചുകൊണ്ട് ശ്മശാനത്തെ 3 വട്ടം ചുറ്റി. ക്രൗഞ്ച പക്ഷി അതിമനോഹരിയായ ഒരു തരുണിയായി. ചുടലയക്ഷി. യക്ഷിയുടെ മിഴികൾ ഭയത്താൽ ഒന്ന് പിടഞ്ഞു. തന്റെ ഉപാസകനായ കോവൻ വഞ്ചിക്കപ്പെടാൻ പോകുന്നു. തന്റെ 6ാം ഇന്ദ്രിയത്തിലൂടെ ചുടലയക്ഷി അത് തിരിച്ചറിഞ്ഞു. തേയി കന്യകയല്ല. കോവനെ രക്ഷിക്കാൻ വേണ്ടി ചണ്ടാലമൂർത്തി സംഹാര താണ്ഡവമാടുന്ന അറയിലേക്ക് പോകാൻ ചുടലയക്ഷിക്ക് കരുത്തില്ല. പക്ഷേ പകയുണ്ട്. കോവനെ ചതിച്ചവരോടുള്ള പക ചുടലയക്ഷി കണ്ടു. മംഗലം കാട്ടിൽ കാളി ഗുഹയിൽ ഏകനായി ഇരിക്കുന്ന കാളിയപ്പനെ. ചുടലയക്ഷി പറന്നു. ഗുഹയിൽ വെളിച്ചമുണ്ട്. കാളിദേവിയുടെ വിഗ്രഹം പ്രഭാമയിയായി. അകത്ത് സകല ദേവഗണങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് തേയിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു കാളിയപ്പൻ. ചുടലയക്ഷി ഒരു കാനന സുന്ദരിയായി. അവൾ മന്ദം മന്ദം ഗുഹയ്ക്ക് സമീപത്തേക്ക് ചെന്നു. കാളിയപ്പൻ നോക്കിയപ്പോൾ ഒരു സുരലോക സുന്ദരി ഗുഹാ കവാടത്തിൽ നിൽക്കുന്നു. ഈ മനോഹരി എവിടെ നിന്ന് വന്നു? ആരാണിവൾ?
കാളിയപ്പൻ കാളി വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു. സുന്ദരി ചോദിച്ചു, എന്റെ ഗുരു എവിടെ? ഗുരുവോ? അതാര്? എന്റെ ഗുരുവാണ് തമ്പാൻ. അദ്ദേഹം എവിടെ? അവൾ പതുക്കെ ഗുഹയിലേക്ക് കാലടികൾ വെച്ചു. കാളി വിഗ്രഹത്തിൽ നിന്ന് അതിശക്തമായ ഒരു പ്രകാശം അവളുടെ മിഴികളിലേക്ക് ചൂഴ്ന്നിറങ്ങി. തന്റെ ശരീരമാകെ ഒരു തീ പടർന്നതുപോലെ ചുടലയക്ഷിക്ക് തോന്നി. അവൾ മിന്നായ വേഗത്തിൽ ഗുഹയ്ക്ക് വെളിയിലേക്ക് പിന്മാറി. തനിക്ക് ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് യക്ഷിക്ക് ബോധ്യപ്പെട്ടു. കാളിയപ്പനെ ഗുഹയ്ക്ക് വെളിയിലേക്ക് വരുത്തണം. ഇവന്റെ ചുടുചോര തനിക്ക് കുടിക്കണം. അവൾ മനോഹരമായി ചിരിച്ചു. അപ്പോൾ മുല്ലപ്പൂക്കളെപ്പോലെ ദന്തങ്ങൾ വെട്ടിത്തിളങ്ങി. ചോര തൊട്ടെടുക്കാവുന്ന പവിഴാധരങ്ങൾ ആരെയും കൊതിപ്പിക്കുന്നതായിരുന്നു. മുറിയിൽ ഒരു പരിമളം പരക്കുന്നത് കാളിയപ്പൻ അറിഞ്ഞു. ഇവൾ തമ്പാന്റെ ഒരു ശിഷ്യയാകുമെന്ന് കാളിയപ്പൻ കരുതി. അവന് മറ്റൊന്നും ചിന്തിക്കാൻ അപ്പോൾ ആകുമായിരുന്നില്ല. അവളുടെ അമൂർത്ത സൗന്ദര്യത്തിൽ നിന്ന് മിഴികൾ പറിക്കാതെ നോക്കിയിരിക്കുകയാണ് കാളിയപ്പൻ. എന്താ നിന്റെ പേര്? കാളിയപ്പൻ ചോദിച്ചു. താര. ഗുരു ഇവിടെയില്ല, നീ അകത്തേക്ക് കടന്നു വരൂ, കാളിയപ്പൻ ക്ഷണിച്ചു. എന്നാൽ യക്ഷി ലജ്ജാമുഖിയായി മെല്ലെ ചിരിച്ചുകൊണ്ട് തല കുനിച്ചു. അകത്തേക്ക് കടക്കാൻ അവൾ നാണം ഭാവിച്ചു. കാളിയപ്പന് ലേശം കൗതുകം തോന്നി. വലതുകാൽ ഒരു ചെറിയ കല്ലിൽ ഉയർത്തിവെച്ച് പതുക്കെ ലജ്ജാഭാരത്താൽ താളമിടുകയാണ് യക്ഷി. പെട്ടെന്ന് കല്ലിൽ നിന്ന് കാല് തെന്നി. ഹയ്യോ! യക്ഷി തുടയിൽ കരം അമർത്തി വേദന നടിച്ചു. എന്തുപറ്റി? ഉളുക്കി. യക്ഷി തന്റെ വസ്ത്രം തുടവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലത്തിരുന്നു. എന്നിട്ട് അസഹ്യമായ വേദന ഭാവിച്ചുകൊണ്ട് തുടമേൽ ഒഴിഞ്ഞു. സഹായത്തിന് കെഞ്ചും വണ്ണം അവൾ കാളിയപ്പനെ നോക്കി. കാളിയപ്പൻ എല്ലാം മറന്നു, സർവവും മറന്നു. തമ്പാന്റെ ഉപദേശമൊക്കെ അവന്റെ തലച്ചോറിൽ നിന്ന് മാഞ്ഞുപോയി. അവൻ ആർത്തഹൃദയനായി ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പാദങ്ങൾ എടുത്തു വെച്ചു. പെട്ടെന്ന് ആകാശത്തെ രണ്ടായി പിളർന്നുകൊണ്ട് ഒരു മിന്നൽ പിണർ കടന്നുപോയി. മംഗലം കാടിനെ ഉലച്ചുകൊണ്ട് ഇടിവെട്ടി. കാളി വിഗ്രഹം വിറപൂണ്ടു. സ്ത്രീ സൗന്ദര്യത്തിന്റെ മൂർത്തിമദ്ഭാവം പൂണ്ടിരുന്ന ചുടലയക്ഷി ഉള്ളാലെ ചിരിച്ചു. എന്റെ ഉപാസകനെ വഞ്ചിച്ച കീടമേ, നീ അടുത്തു വാ. ചുടലയക്ഷി പക തൃഷ്ണയിൽ ചുരമാന്തി. യക്ഷിക്ക് സമീപമിരുന്ന കാളിയപ്പൻ അവളുടെ തുടയിൽ കൈത്തലം വെച്ച് മെല്ലെ അമർത്തി. മനോഹരിയായ തമ്പാന്റെ ശിഷ്യയുടെ മാറിടത്തിലേക്ക് അവന്റെ മിഴികൾ നീണ്ടു. അവന്റെ കൺമുമ്പിൽ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതിവേഗത്തിൽ ഉയർന്നു താഴുകയാണ് രണ്ട് മുഴുത്ത മാംസഗോളങ്ങൾ. കാളിയപ്പൻ പൊടുന്നനെ അവൾക്കൊരു മുത്തം നൽകി. ചുടലയക്ഷിയുടെ കണ്ണിൽ തീയാളിയത് കാളിയപ്പൻ കണ്ടില്ല. രണ്ട് കോമ്പല്ലുകൾ ചുടലയക്ഷിയുടെ വായിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു. കോമ്പല്ലുകൾ കാളിയപ്പന്റെ കഴുത്തിലേക്ക് താണു വരവേ ചുടലയക്ഷിയുടെ കാതിൽ കോവന്റെ വിളിയൊച്ച പറന്നു വീണു. ചുടലയക്ഷി! ഉപാസകന്റെ വിളിയൊച്ച കേട്ട് ചുടലയക്ഷി ഒന്ന് ഞെട്ടി. തന്നെ കോവൻ വിളിക്കുന്നു. അദ്ദേഹത്തിന് തന്നെ കൊണ്ട് ഇപ്പോൾ ആവശ്യമുണ്ട്. ഉപാസകൻ വിളിച്ചാൽ ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. കാളിയപ്പനെ തന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ട് ചുടലയക്ഷി നിവർന്നെണീറ്റു. തനിക്ക് മുമ്പിൽ ഇതേവരെ ഉണ്ടായിരുന്ന സുരസുന്ദരിയുടെ പുതിയ രൂപം കണ്ട് കാളിയപ്പൻ വിറപൂണ്ട് പോയി. ഘോരയും പ്രാകൃതയുമായ യക്ഷി, ഒറ്റ കാഴ്ചയിൽ ആരും ബോധം കെട്ടുപോകുന്ന രൂപം. കാളിയപ്പൻ ഒരു നിലവിളിയോടെ ഗുഹയിലേക്ക് ഓടിക്കയറി. ചുടലയക്ഷി ഉറക്കെ പൊട്ടിച്ചിരിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ ഉപാസകനെ ചതിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. അപ്പോൾ കോവന്റെ അറയിൽ മറ്റൊന്ന് നടക്കുകയായിരുന്നു. കോവന്റെ ശരീരത്തിൽ കടന്നുകൊണ്ട് ചണ്ടാലമൂർത്തി തേയിയെ ശ്രദ്ധിക്കാൻ ഒരുമ്പെട്ട നേരം അവളിലേക്ക് കുതിച്ചു. കിരാതമായ ഒരു ഉൾക്കിടിലത്തോടെ ചണ്ടാലമൂർത്തി അത് തിരിച്ചറിഞ്ഞു. തേയി കന്യകയല്ല. ഏതാനും നാഴികകൾക്ക് മുമ്പ് അവൾ മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. താൻ പ്രവേശിച്ചിരുന്ന കോവന്റെ ശരീരത്തിനെ ആളിക്കത്തുന്ന ഹോമകുണ്ഠത്തിലേക്ക് വലിച്ചെറിഞ്ഞു ചണ്ടാലമൂർത്തി. നീ എന്നെ ചതിച്ചു! ചണ്ടാലമൂർത്തി അലറി. കോവൻ ഞെട്ടിപ്പോയി. അവൻ ഹോമകുണ്ഠത്തിൽ നിന്ന് ചാടി എണീറ്റ് ശരീരത്തിലെ തീ അണച്ചു. ചണ്ടാലമൂർത്തി പൈശാചിക ഭാവം പൂണ്ടു നിൽക്കുകയാണ്. നീ എന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചു. കന്യകയല്ലാത്ത ഒരുവളെ സമ്മാനിച്ച് നീ എന്റെ കയ്യിൽ നിന്ന് മന്ത്രം നേടിയെടുക്കാൻ ശ്രമിച്ചു. നിന്നെ ഞാൻ വിടില്ല. പെരുമ്പറ പോലെ ചണ്ടാലമൂർത്തി ഗർജിച്ചു. ചണ്ടാലമൂർത്തിയുടെ വായിൽ നിന്ന് തീനാമ്പുകൾ പുറത്തേക്ക് നീണ്ടു.
അറ മുഴുവൻ തീ ഉയർന്നു പൊങ്ങി. എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ മനഃപൂർവ്വം നിന്നെ ചതിച്ചിട്ടില്ല. കോവൻ കൈകൂപ്പി കേണു. നിന്നെ ഞാൻ ഭസ്മമാക്കും. പ്രതികാരം ആളിക്കത്തിയ ചണ്ടാലമൂർത്തിയുടെ ശരീരം തീക്കട്ട പോലെ ചുട്ടു പഴുത്തു. പൊടുന്നനെ ചണ്ടാലമൂർത്തി തലയോട്ടിയിൽ പ്രവേശിച്ചു. ദണ്ടിന്റെ അഗ്രത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ തലയോട്ടിക്ക് ചുവപ്പ് നിറം. തലയോട്ടി അന്തരീക്ഷത്തിലൂടെ കോവന് പിന്നാലെ പാഞ്ഞു. ചുടലയക്ഷി! കോവൻ വീണ്ടും ഉറക്കെ വിളിച്ചു. പരിസരം കിടുക്കിക്കൊണ്ട് ചുടലയക്ഷി അവിടെ പറന്നിറങ്ങി. കോവൻ ചുടലയക്ഷിക്ക് മുമ്പിൽ സാഷ്ടാംഗം വീണു. എന്നെ രക്ഷിക്കണം! അപ്പോഴേക്കും തലയോട്ടി കോവന്റെ തലയ്ക്ക് മുകളിൽ എത്തിയിരുന്നു. എന്റെ ഉപാസകനെ ഉപദ്രവിക്കരുത്! ചുടലയക്ഷി ചണ്ടാലമൂർത്തിയെ വണങ്ങിക്കൊണ്ട് അപേക്ഷിച്ചു. പോ! തലയോട്ടിയിൽ നിന്ന് ഒരു തീഗോളം ചുടലയക്ഷിക്ക് നേരെ പാഞ്ഞു ചെന്നു. തീഗോളത്തിന്റെ ആഘാതത്തിൽ ചുടലയക്ഷി തെറിച്ച് ശ്മശാന ഭിത്തിയിൽ ചെന്നിടിച്ചു. ശ്മശാനത്തിന്റെ ഭിത്തിക്ക് സമീപം ഉണ്ടായിരുന്ന ഒരു പടുവൃക്ഷം പൊടുന്നനെ കത്തി. കോവൻ ഉരുണ്ടു പിടഞ്ഞെഴുന്നേറ്റ് വീണ്ടും ഓടി. തൊട്ടു പിന്നാലെ തലയോട്ടിയും. അലറി നിലവിളിച്ചുകൊണ്ടുള്ള കോവന്റെ ആ ഓട്ടം ചെന്നു നിന്നത് മന്ത്രാക്ഷരങ്ങൾ ഉരുവിട്ട് കൊണ്ടിരുന്ന തമ്പാന്റെ ഹോമകുണ്ഠത്തിന് മുമ്പിലാണ്. തമ്പാനെ കണ്ടതും കോവൻ അമ്പരന്ന് പോയി. താൻ 12 സംവത്സരങ്ങൾക്ക് മുമ്പ് ചതിച്ച തന്റെ ഗുരു. നിനക്കെന്നെ ഓർമ്മയുണ്ടോ? എന്നെ രക്ഷിക്കണം ഗുരു! തമ്പാന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് പകരം അദ്ദേഹത്തിന്റെ കാലടികളിൽ വീഴുകയായിരുന്നു കോവൻ. നറു പുഞ്ചിരിയോടെ തമ്പാൻ പറഞ്ഞു, കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ കോവൻ. നീ നശിപ്പിച്ച കന്യകമാരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കണമെങ്കിൽ നീ സേവിച്ച ചണ്ടാലമൂർത്തി തന്നെ നിന്റെ നിഗ്രഹകനാവണം. അത് നിന്റെ വിധിയാണ്. ചുവന്ന തലയോട്ടി അവിടെ പറന്നെത്തിയിരുന്നു. തമ്പാന്റെ ഹോമകുണ്ഠത്തിന് സമീപം പതിച്ച തലയോട്ടിയിൽ നിന്ന് ചണ്ടാലമൂർത്തി വെളിയിൽ വന്നു. ദംഷ്ട്രകൾ നീട്ടി ചണ്ടാലമൂർത്തി രൗദ്രഭാവം പൂണ്ടപ്പോൾ ഭൂമി കിടുങ്ങി വിറച്ചു. ആ ഭീകരരൂപം കോവന്റെ മേൽ ചാടി വീണു. കോവന്റെ ശരീരമാസകലം മാന്തി പറിക്കുകയാണ് ആ ഭീകരസത്വം ആദ്യം ചെയ്തത്. ഈ സമയം തമ്പാൻ എഴുന്നേറ്റ് കോവനും ചണ്ടാലമൂർത്തിക്കും ചുറ്റുമായി മാന്ത്രിക ഭസ്മം കൊണ്ട് ഒരു വലയം തീർത്തു. കോവന്റെ നിലവിളി ആകാശത്തോളം ഉയർന്നു കേൾക്കാം. ഭീകരമായി അലറിക്കൊണ്ട് ചണ്ടാലമൂർത്തി കോവന്റെ വലതുകാലിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് ഇടതുകാൽ കയ്യിലെടുത്ത് വലിച്ചു കീറി. കോവന്റെ ശരീരം കഴുത്തുവരെ രണ്ടായി പിളർന്നു. സംഹാര താണ്ഡവം അവസാനിപ്പിച്ച് ചണ്ടാലമൂർത്തി നിവർന്നതും തനിക്ക് ചുറ്റും ഒരു വളയം പോലെ അഗ്നി ആളിക്കത്തുന്നതാണ് കണ്ടത്. തമ്പാന്റെ മാന്ത്രിക വലയം. നിന്റെ പ്രതികാരം നീ പൂർത്തിയാക്കിയില്ലേ? ഇനി നിനക്ക് ഈ തലയോട്ടിയിൽ പ്രവേശിക്കാം. തമ്പാന്റെ കഴിവിനെപ്പറ്റി അറിയാവുന്ന ചണ്ടാലമൂർത്തി ദീനനായി. എന്നെ തടവിലാക്കരുത്! നിന്നെ സ്വതന്ത്രനായി വിടാൻ ഞാൻ അനുവദിക്കില്ല. നീ മനുഷ്യർക്ക് ഉപകാരിയായ മൂർത്തിയല്ല, മനുഷ്യരെ ഉപദ്രവിക്കുന്ന ദുർമൂർത്തിയാണ്. നിന്നെ ഈ തലയോട്ടിയിൽ ആവാഹിച്ച് ഞാൻ അടങ്ങൂ. ഞാൻ സമ്മതിക്കില്ല! ചണ്ടാലമൂർത്തി ചെറുത്തു നിൽക്കാൻ ഒരു ശ്രമം നടത്തി. തമ്പാൻ ഉറക്കെ ചിരിച്ചു. എങ്കിൽ കാലാകാലങ്ങളോളം നിനക്ക് ചുട്ടുപൊള്ളുന്ന അഗ്നിയിൽ വെന്തു നീറാം. എന്താ വേണോ? തമ്പാൻ കാളിദേവിക്ക് മുമ്പിൽ പൂജിച്ചു വെച്ചിരുന്ന പട്ടുചേലയിലെ ഭസ്മം കയ്യിലെടുത്തു. അത് കണ്ടതും ചണ്ടാലമൂർത്തി വിറച്ചുപോയി. വേണ്ട! എങ്കിൽ എന്നെ അനുസരിക്കൂ. ഒരു നിമിഷം മൗനിച്ചു നിന്ന ചണ്ടാലമൂർത്തി തോൽവി സമ്മതിച്ചു. ഒരു നീലപ്രകാശമായി ആ സ്വത്വം അന്തരീക്ഷത്തിൽ അലിഞ്ഞു. ആ പ്രകാശം തലയോട്ടിയെ വലയം ചെയ്ത് അതിനുള്ളിലേക്ക് അപ്രത്യക്ഷമായി. തന്റെ ഭാണ്ഡത്തിൽ ആ തലയോട്ടി എടുത്തു വെച്ച് തമ്പാൻ മംഗലം കാട്ടിലേക്ക് മടങ്ങുമ്പോൾ പറയ കോളനിയിൽ പ്രഭാവെളിച്ചം പരക്കുകയായിരുന്നു. കഥ അവസാനിച്ചു. ഇതുവരെ വായിച്ചത് നിങ്ങളുടെ മിഥുൻ മോഹൻ. എനിക്ക് കടുത്ത പനിയും ജലദോഷവും കാരണം വല്ലാത്ത തൊണ്ടവേദനയായിരുന്നു. എന്നിട്ടും എൻ്റെ സബ്സ്ക്രൈബർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കഥ വായിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ കഥ ഞാൻ പൂർത്തീകരിച്ചത്. തൊണ്ട ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല. എന്നിട്ട് ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് സമർപ്പിക്കുന്നത്. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, മാക്സിമം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി.
ഇനി കഥയുടെ അടുത്ത പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം, ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട്. കാളിയപ്പ! തേയി അലറി നിലവിളിച്ചുകൊണ്ട് തന്റെ കൂരയുടെ നേർക്ക് ഓടി. തേയിയുടെ നിലവിളി കേട്ട് കാളിയപ്പൻ ഇറങ്ങി വന്നു. എന്തുപറ്റി തേയി? അവൻ ചോദിച്ചു. അയാള്. തേയി ചിന്നന്റെ വീട്ടുമുറ്റത്തേക്ക് വിരൽ ചൂണ്ടി. ചിന്നന്റെ വീട്ടുമുറ്റത്ത് ഒരു നിഴൽ കാളിയപ്പൻ കണ്ടു. അയാൾ ആരാ?